വളരെ നന്നായി ശ്രദ്ധിക്കുകയും മർമ്മപ്രധാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനും ഈ വേദി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കുമെന്ന ആമുഖത്തോടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നലെ ഇസ്ലാമിക കോടതി നിസ്കാരം ഒഴിവാക്കുന്നതിന് വിധിക്കുന്ന ശിക്ഷാ നടപടികളെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ പരാമർശിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടത്തിയത്. ഇന്ന് പ്രധാനമായി പറയുന്ന മറ്റൊരു കാര്യം അതെന്താ? നിസ്കാരം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അതിനെ എങ്ങനെയാണ് ഖളാ വീട്ടേണ്ടത്, അതിന് പ്രതിവിധി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത്തരം വിഷയങ്ങളാണ് ഇന്ന് ആദ്യത്തെ ചർച്ച. നിസ്കാരം മനഃപൂർവം ഒരാൾക്കും നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ്. നിസ്കാരം നഷ്ടപ്പെടുന്നതിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രണ്ട് രീതിയായി വിവേചിച്ചു പറഞ്ഞത് കാണാം. അതിലൊന്ന് ഉഴുതറോടുകൂടി നഷ്ടപ്പെടുന്നതും രണ്ട് ഉഴുതറില്ലാതെ നഷ്ടപ്പെടുന്നതുമാണ്. പ്രതിബന്ധത്തോടെ നഷ്ടപ്പെടുക, നിസ്കരിക്കാൻ പറ്റാത്ത അവസരം, നിസ്കരിക്കുന്നതിന് സാധ്യമല്ലാത്ത കാരണങ്ങൾ ഉണ്ടാകുക, അതാണ് പ്രതിബന്ധം. രണ്ടാമത്തേത് നിസ്കരിക്കാൻ നിസ്കരിക്കാൻ കഴിയാത്ത ഉഴുതറുകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞത് നിസ്കരിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന കാരണങ്ങൾ ഉണ്ടാകുക എന്ന് നമുക്കതിനെ ചുരുക്കി മനസ്സിലാക്കാം. അതേ സ്ഥാനത്ത് ഈ ബൈലെക്സിൽ വരുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഇനി ആരും ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ക്ലാസ് റൂമിന്റെ അഡ്മിൻ നിയാസ് ഹെൽപ്പ് റൂമിൽ പോയിട്ട് കിട്ടിയ മറുപടി ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിരുന്നു. ഒരു പറഞ്ഞത് സബൂർ ആയിക്കോളി, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, ഞങ്ങളത് സോൾവ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ജവാബാണ് ഡെസ്ക് റൂമിൽ നിന്ന് ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോ ഇനിയിപ്പോ അതിന്റെ മേലെ ആരും കൂടണ്ട. അപ്പോ അത് സബൂർ ആയാൽ ഇൻഷാ അല്ലാഹ് അവിടെ ശരിയായിക്കോളും. അത് ശരിയാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതായ ഇവിടെ ശരിയായിക്കോളും. ആരും അതിന്റെ പിന്നാലെ കൂടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തേക്ക് കിടക്കുക. ഇനി ഇത് ശ്രദ്ധിക്ക്. ഇപ്പൊ എന്താ പറഞ്ഞത്? നിസ്കാരം ഒഴിവാക്കുന്നത് ഉഴുതറോട് കൂടി ഒഴിവാക്കുക, ഉഴുതറില്ലാതെ ഒഴിവാക്കുക, ഇങ്ങനെ രണ്ട് രീതിയായി ഫുഖഹാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. ഉഴുതർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ അതിന് ഏറ്റവും ചുരുങ്ങിയ കാരണം എന്നർത്ഥം വെക്കാറുണ്ട്. പ്രതിബന്ധം എന്ന് പറഞ്ഞാൽ നിസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സമാകുന്ന കാരണം. അത്തരം കാരണങ്ങൾ ഉണ്ടായിട്ടാണ് ഒരാൾ നിസ്കരിക്കാതിരുന്നതെങ്കിൽ അത് ഖളാ വീട്ടുന്നതിന് ഒരു പ്രത്യേക നിയമവും, കാരണമില്ലാതെയാണ് നിസ്കാരം നഷ്ടപ്പെടുത്തിയതെങ്കിൽ അത് ഖളാ വീട്ടുന്നതിന് വേറെ ചില നിയമങ്ങളുമാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നിയമങ്ങൾ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു കാര്യം ആദ്യമായി മനസ്സിലാക്കേണ്ടത്, നിസ്കാരം സമയത്ത് നിർവഹിക്കാതിരിക്കാനുള്ള ഉഴുതുറുകൾ എന്തൊക്കെയാണ്? കൃത്യസമയത്ത് നിസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സമാകുന്ന ശറഇൽ അംഗീകരിക്കപ്പെട്ട പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ചോദ്യം ഞാൻ പോലീസുകാരെ തല്ലിന്റെ മാതിരി ഞാൻ മാത്രം ഇങ്ങനെ പറയാം, നിങ്ങളിങ്ങനെ കേട്ടിരിക്കുകയാണെങ്കിൽ കുറെ ആൾക്കാർക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആയാൽ പറ്റൂല. അത് അവിടുന്നും ഇവിടുന്നൊക്കെ നടക്കട്ടെ. ഉറക്കം എന്ന മറുപടി 2 തവണ വന്നിട്ടുണ്ട്. ബോധക്കേട്, മാഷാ അല്ലാഹ്, നമ്മൾ നസീർ സംഘമാണല്ലോ.
മറവി. മറവി. ഓക്കെ, മറവി. ഈ ബോധക്കേട് ഉള്ളവന് നിസ്കാരം നിർബന്ധമേ അല്ലല്ലോ. അതൊക്കെ നിസ്കാരം നിർബന്ധമല്ല. ഇവിടെ കാരണമായി രണ്ടെണ്ണം പറയുക. ഒന്ന് മറവിയും ഉറക്കവുമാണ്. ഉറക്കത്തേക്കാൾ കുറച്ചുകൂടി കൂടുതലുള്ള ബോധക്കേട്. അതുകൊണ്ട് ഇതിനെപ്പറ്റി പ്രത്യേകം പറയേണ്ടതില്ല. ബോധം കെട്ട് കിടക്കുന്ന സമയത്ത് ഒരാൾക്ക് നിസ്കാരമില്ല. നമ്മൾ നേരത്തെ പഠിച്ചു, നിസ്കാരം ആർക്കൊക്കെ നിർബന്ധമല്ല. ഒരു കുട്ടി, മജ്നൂന്, പിന്നെ അതേപോലെ തന്നെ ബോധക്ഷയം ഉള്ള ആള്, ഇവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അപ്പൊ പല ആളുകളും പലതും അടിക്കുന്നുണ്ട്. യാത്രക്കാരൻ വരെ എത്തിക്കണം. കുറച്ചുകൂടി നമ്മൾ കാത്തിരുന്നാൽ പാത്രക്കാരൻ വരെ ആവും. അതുകൊണ്ട് ഇനി ഞാൻ വെയിറ്റ് ചെയ്യണില്ല. മനസ്സിലായില്ലേ? പ്രതിബന്ധങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇപ്പൊ യാത്രക്കാരൻ വരെ എത്തിയാണ്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ അത് പാത്രക്കാരൻ വരെ ആവും. അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തി. ഇവിടെ അടിച്ച ഉത്തരങ്ങളിൽ രണ്ടുത്തരങ്ങളാണ് ശരി ഉത്തരം. ഒന്ന് ഉറക്ക്, മറ്റേത് മറവി. ഇത് രണ്ടും മാത്രമാണ് നിസ്കാരം സമയത്ത് നിർവഹിക്കാതിരിക്കാനുള്ള അംഗീകൃത കാരണമായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാണ്ടോ? അപ്പൊ യാത്ര ആയതുകൊണ്ട് നിസ്കരിച്ചില്ല എന്നുണ്ടാകാൻ പാടില്ല. അതേപോലെ വെള്ളം കിട്ടാത്തതുകൊണ്ട് നിസ്കരിച്ചില്ല എന്നുണ്ടാകാൻ പാടില്ല. കല്യാണത്തിരക്കിലായതുകൊണ്ട് നിസ്കരിച്ചില്ല എന്നുണ്ടാകാൻ പാടില്ല. പൊരേല് നോമ്പറായതുകൊണ്ട് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല എന്ന് ഉണ്ടാകാൻ പാടില്ല. പിന്നെ കല്യാണമാണെന്ന് പുതിയാപ്പിള ഇറങ്ങലും പുതുക്കം പോകലും ഒക്കെ ഉണ്ടാവും, മലപ്പുറം ഭാഷയെ പറഞ്ഞാല്. പക്ഷെ ഇതൊക്കെ നടന്നാലും അന്നൊന്നും എന്ത് ഉണ്ടാകാൻ പാടില്ല? നിസ്കരിക്കാതിരിക്കാൻ പാടുള്ളതല്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ക്രിസിലോ? അതെന്താ റബ്ബേ? ജംആക്കി കൂടെ ചില ആൾക്കാർ ചോദിക്കണം. അത് വേറെ വിഷയമാണ്. നമ്മളിപ്പോ നിസ്കരിക്കാതിരിക്കാൻ വല്ല കാരണമുണ്ടോ എന്നാ അവിടെ ചിന്തിക്കണത് കേട്ടോ. നിസ്കരിക്കാതിരിക്കാൻ വല്ല കാരണവും ഉണ്ടോ? ശറയിൽ അംഗീകരിക്കപ്പെട്ട വല്ല കാരണവും ഉണ്ടോന്നാ. ജിഷാൻ മാഹി പറഞ്ഞുണ്ടോ, സുബിഹി നിസ്കരിച്ചിട്ടില്ലെങ്കിലും പുതിയാപ്പിള നിക്കാഹിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട് എന്നാ. ഏതായാലും ആ 2 റക്അത്ത് ഇപ്പോഴെങ്കിലും തെഹ്ഖീഖാക്കി വെച്ചല്ലോ. അത് കാണുമ്പോ ഞങ്ങൾക്കൊരു സമാധാനമുണ്ട് കേട്ടോ. അത് പറയാ. നടക്കട്ടെ. തന്നെ അതാണ് ആ 2 റക്അത്ത് കുറെ കാലമായി നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്. അത് ഇൻഷാ അല്ലാഹ് വളരെ റാഹത്തിൽ അല്ലാഹു തആല അതൊക്കെ നടത്തി കൊടുക്കട്ടെ. അപ്പൊ ഇവിടെ ജിഷാൻ പറഞ്ഞതില് സുബി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ചില ആൾക്കാർ നിക്കാഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുന്ന പറഞ്ഞു. അതായത് ഫറളല്ല പ്രശ്നം, സുന്നത്താ. ഫറള് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ സുന്നത്ത് നിസ്കരിക്കുന്ന ചില ആളുകളുണ്ട്. വേറെ ചില ആളുകൾ എന്നും കൃത്യമായി നിസ്കരിക്കുന്ന ആളായിരിക്കും. ഒരു പെണ്ണ് എന്നും കൃത്യമായി നിസ്കരിക്കുന്ന പെണ്ണായിരിക്കും. പക്ഷെ കല്യാണത്തിന്റെ അന്ന് സാരി കൊടുത്തിങ്ങനെ നിൽക്കല്ലേ, അന്നിപ്പോ നിസ്കരിക്കാൻ പറ്റുമോ? ദയിച്ചിട്ടിപ്പോ നിസ്കാരക്കുപ്പായ ഇടുക എന്ന് പറഞ്ഞാൽ അത് മോശല്ലേ. അപ്പൊ അതുകൊണ്ട് ആ പെണ്ണ് അന്ന് നിസ്കരിക്കൂല. അതേപോലെ ചിലപ്പോ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് പോവുകയാണല്ലോ. അപ്പൊ ആ പോയി പുതിയ വീട്ടിലെത്തുമ്പോ തന്നെ നിസ്കാരം ഖളാ ആകാനുള്ള സമയം അയക്കണമെങ്കിൽ നിസ്കാരക്കുപ്പായ എവിടെയെന്ന് ചോദിക്കാനൊരു വിഷമിക്കാറ്. അതുകൊണ്ട് അന്നും നിസ്കരിക്കൂല. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ നാട്ടിലെ ആദത്ത് ചില ആൾക്കാർക്കിടയിലുള്ള. അത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്, വളരെ കുറവാണ് എന്ന് മാത്രം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിസ്കാരം ഒഴിവാക്കുന്നതിന് ശറഇൽ അംഗീകരിക്കപ്പെട്ട കാരണം 2 എണ്ണമേ ഉള്ളൂ. എന്ത്? ഞാൻ പറഞ്ഞ പഠിച്ചോളിട്ടോ. ഇനി അവസാനം നല്ല ചോദ്യം ഇന്ന് അങ്ങോട്ട് ചോദിക്കും. അങ്ങനെയാണ്. ഇന്നലെ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി പലരും വിഷയത്തിന്റെ പുറത്തുള്ളതല്ലേ ചോദിച്ചേ. അപ്പൊ ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ചോദ്യം അങ്ങോട്ട് ചോദിക്കും. എന്താ പറഞ്ഞത്? നിസ്കാരം ഒഴിവാക്കുന്നതിന് ശറഇൽ അംഗീകരിക്കപ്പെട്ട കാരണങ്ങൾ
രണ്ടെണ്ണമേ ഉള്ളൂ. മനസ്സിലായി? ഈ രണ്ട് കാരണം ഉണ്ടായാൽ പിന്നെ ഹൈള് നിഫാസ് ഉള്ളപ്പോ പിന്നെ നിസ്കാരം നിർബന്ധം തന്നെയല്ല. അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. നിർബന്ധമുള്ള ഒരാള് അയാൾക്ക് നിസ്കാരം സമയത്ത് നിർവഹിക്കാൻ പറ്റിയില്ല. എന്നാൽ കർമ്മശാസ്ത്രം അത് കാരണമുള്ള പിന്തിക്കലാണ് എന്ന് പറയണമെങ്കിൽ അംഗീകരിക്കപ്പെട്ട രണ്ട് കാരണങ്ങളെ അതിനുള്ളൂ. അതൊന്ന് ഉറക്കമാണ്, മറ്റേത് മറവിയാണ്. പക്ഷെ ഇവിടെ തന്നെ ഇനി കണ്ട ഓരോരുത്തരും അസുഖം എന്നൊക്കെ അടിക്കണ്. ഇത് റബ്ബ്, ഇത് മട്ടൽമ ചോട്ടിയമാതിരിയുള്ളൂ. ഒരു തല ഞാൻ അങ്ങനെ ശരിയാക്കി വരുമ്പോഴേക്കിനും മറ്റേ തലാണ്ട് പൊന്തിക്കാളുക. അസുഖമൊന്നും ഉഴുതറല്ല. കണ്ടോ? അസുഖമൊന്നും എന്തല്ല? ഉഴുതറല്ല. ഉഴുതറ എന്ത് മാത്രമേ ഉള്ളൂ? മറവിയും ഉറക്കവും. ഇത് രണ്ടേ ഉള്ളൂ. ഇവിടെ തന്നെ എല്ലാ മറവിയും നിസ്കാരം ഒഴിവായതിന് ഉഴുതറായി പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതിന് മുന്നേ ആ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഉഴുതറിന്റെ അർത്ഥം ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ചില ആൾക്കാർക്ക് അത് കേട്ടപ്പോ തോന്നിയത് ഉറങ്ങിയാൽ പിന്നെ തീരെ നിസ്കരിക്കണ്ടെന്നാണ്. അങ്ങനല്ല. ഉറങ്ങിയിട്ട് ഒരാൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ ഉണർന്നു കഴിഞ്ഞാൽ അയാൾ ആ നിസ്കാരം നിർവഹിക്കണം, സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശരി. പക്ഷെ അവിടെ ഉഴുതുറ് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പിന്തിയതിന് അവന് കുറ്റമില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഉണ്ടോ? പിന്തിയതിന് എന്തില്ല? അതിന് കുറ്റമില്ല. അതാണ് ഉഴുതുറുണ്ട് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഖളാ വീട്ടണ്ടെന്നല്ല. ഉഴുതുറില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിസ്കാരം സമയത്ത് നിർവഹിച്ചിട്ടില്ലേ, അതിനവൻ കുറ്റക്കാരനാണ്. കുറ്റമുണ്ട് എന്ന് മാത്രമാണോ? ഖളാ വീട്ടണോ? ഖളാ വീട്ടുകയും വേണം. അപ്പൊ ഖളാ വീട്ടൽ രണ്ട് സ്ഥലത്തുമുണ്ട്. നിസ്കാരം സമയത്ത് നിർവഹിക്കാതിരിക്കാൻ കാരണമുണ്ടാകട്ടെ. ശറയിൽ അംഗീകരിക്കപ്പെട്ട കാരണം രണ്ടേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് മറക്കരുത്. അത് ഉറക്കവും മറവിയുമാണ്. ആ പറഞ്ഞ കാരണം ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, എങ്ങനെയായാലും ശരി ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതെ, അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇവിടെ ആദ്യൊരു വിഷയം പറയട്ടെ. നമ്മള് വഹാബികളെ പോലെയുള്ള പുത്തൻ മുജ്തഹിദുകൾ സ്വന്തമായി ഇജ്തിഹാദ് ചെയ്ത് തൗഹീദൊക്കെ പൊട്ടിയൊലിച്ച് ഇടങ്ങാറായി അതുകൊണ്ട് നടക്കണ കുറെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനത്തെ ആളുകള് തൗഹീദിൽ ഇജ്തിഹാദ് നടത്തി, വേറെ കുറെ സംഗതികളിലും ഇജ്തിഹാദ് നടത്തി, അക്കൂട്ടത്തിൽ നിസ്കാരത്തിലും ഇജ്തിഹാദ് നടത്തി. ആ നിസ്കാരത്തിലെ ഇജ്തിഹാദിൽ അവർ കണ്ടെത്തിയത് കാരണമുണ്ടായിട്ട് ഒരാൾക്ക് സമയത്ത് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ നിസ്കാരം അയാൾ ഖളാ വീട്ടണം. അതേ സ്ഥാനത്ത് കാരണമില്ലാതെ ഒരാൾ നിസ്കാരം പിന്തിച്ചാൽ ആ നിസ്കാരം അയാൾ ഖളാ വീട്ടേണ്ടതില്ല എന്നാണ്. ഇത് വഹാബികളുടെ ഒരു വിചിത്രവാദ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? സക്കീർ ഉസ്താദ് ഇവിടെ ഇല്ലേ? ഉസ്താദേ, ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്താ പറഞ്ഞ്? സക്കീർ ഉസ്താദിന് ഇവിടെ എപ്പോഴും ആവശ്യം വരി. കാരണം അതടുക്കി ഇതടുക്കി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ കാള് മൂപ്പര. അപ്പോ എന്താ പറഞ്ഞ്? വഹാബികൾ പറയുന്നത് കാരണമില്ലാതെ ഒരാൾ നിസ്കാരം പിന്തിച്ചാൽ, സമയത്ത് നിർവഹിച്ചില്ല എങ്കിൽ അയാളത് ഖളാ വീട്ടേണ്ടതില്ല. ഉറക്കോ മറവിയോ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കാരണം ഉണ്ടായതുകൊണ്ടാണ് അയാൾ സമയത്ത് നിസ്കരിക്കാതിരുന്നതെങ്കിൽ അയാൾക്ക് പിന്നീട് അത് നിസ്കരിക്കേണ്ടതാണ്. ഇതാണ് വഹാബികളുടെ വാദം. മനസ്സിലായോ? ഈ വാദം എവിടുന്ന് വന്നു എന്ന് അവരോട് തന്നെ ചോദിക്കണം. ഈ വാദം ശരിയാണോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന കുറച്ച് സാധുക്കളുണ്ട്. ഹലോ, വഹാബികൾ ഇങ്ങനെ വാദിക്കുന്നത് അത് ശരിയാണോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന കുറച്ച് സാധുക്കളുണ്ട്. ഇത് ശരിയല്ല എന്ന് വഹാബികൾ തന്നെ പറയും കേട്ടോ. പിന്നെ നല്ലൊരു ഐഡിയ ഉണ്ട്. അതെന്താ വെച്ചാല്, ഒരു 10,000 റുപ്യ കടം വാങ്ങുക. ആരോട്? വഹാബിനോട്. എന്നിട്ട് പറയുക അടുത്ത 1-ാം തീയതി തരുന്നറിയാം.
കൊടുക്കാൻ തന്നെയാണ് കേട്ടോ, കൊടുക്കാതെ കണ്ട കൊടുക്കാൻ തന്നെയാണ് കടം വാങ്ങണത്. അടുത്ത 1-ാം തീയതി തരുന്നറിയാം. 1-ാം തീയതി മനഃപൂർവ്വം കൊടുക്കാതെ വെക്കുക. 2-ാം തീയതി ആകുമ്പോ ചോദിക്കുക ഇനിയിപ്പോ തരണോ തരണ്ടേന്ന് ചോദിക്കുക. അപ്പൊ വഹാബിക്ക് മസല ഓർമ്മ വരും. കാരണം 10,000 റുപ്യ പോണ പോക്കാണ്, അതുകൊണ്ട് എന്തായാലും തരണം എന്ന് പറയും. ഇത് ഉഴുതറില്ലാതെ പിന്തിച്ചതാണ്, കാരണമില്ലാതെ പിന്തിച്ചതാ. അപ്പോൾ പിന്നെ തരേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോ അപ്പൊ പറയും ഇത് കാരണം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി 10 റുപ്യ ഇട്ടാതെ ഞാൻ ഇവിടെ പോകൂല എന്ന് പറയും. അപ്പൊ ചോദിക്കുക നിങ്ങളെ 10 റുപ്യന്റെ കാര്യത്തിൽ ഇങ്ങനെയും അള്ളാഹ്ക്ക് ചെയ്യുന്ന നിസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങനെയായത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ കേട്ടോ. അപ്പൊ വഹാബിക്ക് തിരിഞ്ഞോളൂ. ഇതിപ്പോ എളുപ്പയ്യാണ്, അല്ലാതെ ഖുർആനും ഹദീസൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നും ഇപ്പൊ കാര്യം നടക്കൂല. വക്കറ ബുദ്ധിക്ക് വക്കറ ബുദ്ധി തന്നെ വേണം. ജസാഉ സയ്യഅത്തിൻ സയ്യഅത്തുൻ മിസ്ലുഹ കേട്ടോ, അങ്ങനെയാണ്. അപ്പോ എന്താ പറഞ്ഞത് നിസ്കാരത്തില് 2 കാരണങ്ങളെ സമയത്തെ തൊട്ട് പിന്തിക്കാൻ കർമ്മശാസ്ത്രം അല്ലെങ്കിൽ ഫിഖ്ഹ് ഇസ്ലാം അംഗീകരിച്ചത് ഉള്ളൂ. 2 കാര്യമേ ഉള്ളൂ. ആ 2 കാര്യം, ഒന്ന് ഉറക്കാണ്, മറ്റേത് മറവിയാണ്. നമ്മൾ പറഞ്ഞു ഇവിടെ തന്നെ ഉറക്ക് മറവി എന്നതിനെ നിരുപാധികം അംഗീകൃത കാരണമായി എടുക്കാതെ അതിന്റെ കൂടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നൗമുൻ ബിലാ തഅദ്ദിൻ വ നിസിയാനുൻ കദാലിക ഇങ്ങനെയൊക്കെ പറഞ്ഞത് കാണാം. ഉണ്ടോ? നൗമിൻ ലം യതഅദ്ദ ബിഹി വ നിസിയാനിൻ കദാലിക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഉറക്കവും എല്ലാ മറവിയും നിസ്കാരം ഒഴിവാക്കുന്നതിനുള്ള കുറ്റകരം, അതായത് നിസ്കാരം ഖളാ ആക്കിയതിന് കുറ്റമില്ലാത്ത കാരണമായി പരിഗണിക്കപ്പെടാൻ പറ്റുന്നതല്ല. നേരെ മറിച്ച് മറവി കാരണമായി പരിഗണിക്കപ്പെടണമെങ്കിൽ, അതേപോലെ തന്നെ ഉറക്കവും കാരണമായി പരിഗണിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? അതിന് വേണ്ടത് ആ മറവിയും ഉറക്കവും ഇവന്റെ കാരണം കൊണ്ട് ഇല്ലാതെയായത് ആകണം. ഒന്ന് എന്ന് പറഞ്ഞാല് ഒരാള് നിസ്കാരത്തിന്റെ സമയമായി, ഉദാഹരണം ഇശാ വാങ്ക് വിളിച്ചു, അപ്പൊ ഇശാന്റെ സമയമായി, വാങ്ക് വിളിച്ചപ്പോ മനസ്സിലായത് ഇശാന്റെ സമയമായിക്കണെന്ന്. അതിന്റെ ശേഷം ഇയാൾ ഉറങ്ങാണ്, നിസ്കരിക്കാതെ ഉറങ്ങാണ്. അങ്ങനെ നിസ്കരിക്കാതെ ഉറങ്ങുകയാണെങ്കിൽ തീർച്ചയായും നിസ്കാരം ഖളാ ആകുന്നതിന്റെ മുമ്പ് ഉണരുമെന്ന മികച്ച ഭാവന അയാൾക്കുണ്ടായിരിക്കണം. അത് സ്വമേധയാ ഉണരുമെന്നോ ആരെങ്കിലും വിളിക്കുമെന്നോ അലാറം അടിക്കുമെന്നോ അങ്ങനെയുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഉറങ്ങാൻ അനുമതിയുള്ളൂ. അല്ലാത്ത പക്ഷം ഉണരും തന്നെ അയാൾക്ക് പ്രതീക്ഷയല്ല, അല്ലെങ്കിൽ ഉണരുമോ ഇല്ലയോ എന്ന സംശയമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അയാൾക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നില്ല. ആ സമയത്ത് ഒരാൾ ഉറങ്ങിയാൽ ആ ഉറക്കിനെ നിസ്കാരം ഖളാ ആകുമ്പോ അതിന് കുറ്റം കിട്ടാതിരിക്കാനുള്ള കാരണമായി ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ? അതെ. അതേപോലെ തന്നെ നിസിയാൻ കദാലിക, മറവിയും അങ്ങനെയാണ്. എങ്ങനെ? മറന്നിട്ട് നിസ്കരിച്ചില്ല, കുറ്റണ്ട് എന്ന് പറയാൻ പറ്റൂല. പക്ഷെ മറവി ഇവന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടായ മറവിയ, ഓൻ ഉണ്ടാക്കി തീർത്ത മറവിയ, അങ്ങനെ പറയണം. ഇപ്പൊ നേരത്തുള്ള ഉറക്കുണ്ടല്ലോ, അത് സമയമായതിന്റെ ശേഷം ഉറങ്ങിയതാണല്ലോ നിസ്കരിക്കാതെ, അതുകൊണ്ടാണ് ആ ഉറക്ക് അംഗീകരിക്കപ്പെടാത്തത്. അതേപോലെ തന്നെ മറവിയും അവൻ ഉണ്ടാക്കിയ മറവിയാണ്. ഇതുപോലെ ഒരാള് നിസ്കാരത്തിന്റെ സമയമായിട്ടും അയാൾ ഇങ്ങനെ
ടിവിയും തുറന്നിച്ച് അങ്ങനെ ഇരുന്ന് അങ്ങനെ പോയി. ഇപ്പൊ ഇയാൾക്ക് മറവി, ശ്രദ്ധയിൽ വന്നില്ല, മറന്നുപോയി. അതിനുള്ള കാരണം എന്താ? ഇവൻ ടിവിയും തുറന്നിച്ച് കണ്ടിരുന്നാണ്. അതേപോലെ തന്നെ വല്ല വിനോദങ്ങളിലോ കളികളിലോ ഏർപ്പെട്ട് ഗെയിം കളിച്ച് അങ്ങനെ ഇരുന്ന് അങ്ങനെ നിസ്കാരം ഖളായി. അല്ലെങ്കിൽ വല്ല ലോകകപ്പോ എന്തെങ്കിലുമൊക്കെ കണ്ടങ്ങനെ ഇരുന്ന്, കപ്പായാലും കൊട്ടായാലും വേണ്ടിയില്ല, എന്തോ കണ്ടിരുന്ന് അങ്ങനെ വല്ല വിനോദങ്ങളിലോ തമാശകളിലോ ഏർപ്പെട്ട് അതിന്റെ പേരിലാണ് മറവി സംഭവിച്ചതെങ്കിൽ ആ മറവിയും കാരണമായി ഗണിക്കപ്പെടുന്നതല്ല. അപ്പൊ തഅദ്ദി ഇല്ലാതിരിക്കണമെന്നത് ഉഴ്ദറായി ഗണിക്കപ്പെടാൻ ഉറക്കിനും നിസിയാൻ എന്ന മറവിക്കും നിബന്ധനയാകുന്നു. അതാപ്പോ പറഞ്ഞതിന്റെ ചുരുക്കം. മനസ്സിലായില്ലേ? ഇതൊന്നും ഇല്ലാതെ ചിലപ്പോൾ മറവി ഉണ്ടാവും. ഒരു ഉദാഹരണം പറയാം. ഒരാള് എല്ലാ ദിവസവും ളുഹ്ർ നിസ്കാരം തന്റെ വീടിന്റെ സമീപത്തെ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യനാ, നല്ല മനുഷ്യൻ. അദ്ദേഹം ഒരു ദിവസം കൃത്യസമയത്ത് പള്ളിയിലെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം വീടിന്റെ പുറത്തായിരുന്നു. അന്ന് അയാൾ പുറത്തായതുകൊണ്ട് തന്നെ എന്നും നിസ്കരിക്കുന്ന സമയം കഴിഞ്ഞു പോയപ്പോ അന്നും അയാളുടെ വിചാരം നിസ്കരിച്ചിക്കണമെന്ന് അങ്ങനെ നടന്ന് അസ്സലാം കൊടുത്തപ്പോഴാണ് ഞാൻ ളുഹ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന് വന്നത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ളുഹ്ർ ഖളാ ആയി തന്നെയാണ് പറയാ. പക്ഷെ അതിന് കുറ്റമില്ല. കാരണമില്ലാതെയുള്ള എല്ലാ ഖളാഇനും വലിയ കുറ്റമാണ്. കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ നാട്ടിൽ ചില ആളുകളുണ്ട്, ആവശ്യമുള്ളിടത്തൊന്നും അവർക്ക് വസ്വാസം ഉണ്ടാവില്ല, ഇല്ലാത്തടത്ത് ഭയങ്കര വസ്വാസ. എന്ത് നിസ്കരിക്കില്ലേ? ഞാനേ ഇപ്പൊ ആകെ ഇങ്ങനെ നടന്നിട്ടേ ബനിയനൊക്കെ ആകെ വേർപ്പയിക്കണം. നിസ്കരിക്കാത്തതിന് കാരണം പറയാണ്. നിസ്കരിക്കാത്തതിന് കാരണം പറയണെന്ത്? ബനിയനൊക്കെ വേർപ്പയിക്കണമെന്ന. അള്ളാഹുത്താല മനുഷ്യനെ പഠിച്ചത് വേർക്കണ കൊലത്തിലാ കേട്ടാ. അവ ചിലപ്പോ നടന്നാ വേർപ്പാവും. പക്ഷെ അങ്ങനെയുള്ള മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാറ്റിനെയും ഇസ്ലാം മാലിന്യമായി കണക്കാക്കിയിട്ടില്ല. നിസ്കാരം ശരിയാകാത്ത മാലിന്യമായി കണക്കാക്കപ്പെട്ട ചിലതുണ്ട്. ആ ചിലതുണ്ടെങ്കിൽ തന്നെ അത് കഴുകിക്കളഞ്ഞാൽ മതി. വിയർപ്പ് അതിൽ പെട്ടതല്ല. കുളിക്കണം എന്ന് പറയുന്നത് ജനാപത്തുണ്ടായാലാ, എന്നാ കുളിച്ചാ മതി. അപ്പൊ ഞാനിപ്പോ കുളിച്ചിട്ട് നിസ്കരിക്കാം കേട്ടോ, ഞാൻ കുളിച്ചിട്ട് നിസ്കരിക്കാം, ഇപ്പോ ആകെ വേർത്തൊട്ടിക്കണ് എന്ന് പറഞ്ഞ് നിസ്കാരം പിന്തിക്കുകയോ ഖളാ ആക്കുകയോ ചെയ്യുന്നത് വലിയ കുറ്റമാണ്. പറയുന്നത് മനസ്സിലുണ്ടാവും. ചിലര് പറയും ഞാൻ യാത്രയിലാണ്, ഞാൻ ബസ്സിലാണ്, ട്രെയിനിലാണ്, അല്ലെങ്കിൽ പ്ലെയിനിലാണ്, യാത്രയിലാണ്, അതുകൊണ്ട് എന്റെ നിസ്കാരം ഖളാ ആയി എന്ന് പറയും. അങ്ങനെയാകാൻ പാടില്ലല്ലോ. യാത്രയിൽ നിസ്കാരം ഖളാ ആകാൻ പാടില്ല. അതിനെന്താ ചെയ്യേണ്ടത്? യാത്രയിൽ നിസ്കാരം ഖളാ ആകാതിരിക്കണമെങ്കിൽ ചിലപ്പോ ചില നിസ്കാരങ്ങളെ ജംഅ് ആക്കി മാറ്റാം. ളുഹ്റിന്റെ സമയത്ത് നിസ്കരിക്കാൻ സൗകര്യപ്പെട്ടിട്ടില്ലെങ്കിൽ അസറിന്റെ സമയത്തേക്ക് പിന്തിക്കാം. മഗ്രിബിന്റെ സമയത്ത് നിസ്കരിക്കാൻ സൗകര്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇശാഇന്റെ സമയത്തേക്ക് പിന്തിക്കാം. അസറിന്റെ സമയത്ത് സൗകര്യപ്പെടൂല എന്ന് തോന്നിയാലും തോന്നിയിട്ടില്ലെങ്കിലും നിബന്ധന പ്രകാരമുള്ള യാത്ര ചെയ്യുന്ന ആൾക്ക് ളുഹ്റിന്റെ സമയത്ത് അസർ കൂടി നിസ്കരിച്ചു പോകാം, ഇശാഇന്റെ സമയത്ത് മഗ്രിബ് കൂടി നിസ്കരിച്ചു പോകാം. അതിനൊന്നും വിരോധമല്ല. യാത്രക്കാരന് പറ്റും. യാത്ര 132 കിലോമീറ്ററെങ്കിലും ഉണ്ടാകണം, ഹലാലായ യാത്രയായിരിക്കണം. ഇത്രയും ഈ നിബന്ധനകളൊക്കെ ഒത്തിണങ്ങിയ ഒരു യാത്രയിൽ ജംഅ് ചെയ്യാവുന്നതാണ് ഒന്ന്. രണ്ടാമത്തത് ജംഅ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം യാത്ര അത്ര ദൂരല്ല ഒന്ന്. അല്ലെങ്കിൽ പിന്നെ ജംഅ് ചെയ്യാൻ പറ്റിയ നിസ്കാരമല്ല. ഉദാഹരണം സുബ്ഹിയാണ്. സുബ്ഹിക്ക് ജംഅ് ചെയ്യാൻ പറ്റൂലല്ലോ. സുബ്ഹി എന്ന് പറഞ്ഞാല് ജംഉല്ല ഖസുറുല്ല, ഒരു റുഖ്സയും ബാധിക്കാത്ത നിസ്കാരമാണ് സുബ്ഹി. അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ ഒരാൾക്ക് യാത്രക്കിടയിൽ നിസ്കരിക്കേണ്ടി വന്നാൽ അയാൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അപ്പൊ ബസ്സിലാണ് ഇരുന്ന് പോണം, ട്രെയിനിലാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക ഉസ്താദേ. ബസ്സിലാണ് യാത്ര ചെയ്യണത്, എന്താ ചെയ്യുക? ബസ്സിന്ന് നിസ്കരിക്കണം. ബസ്സിന്ന് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അത് ബസ് കയറുന്നതിന് മുന്നേ പഠിക്കണം. അതല്ലേ ഇസ്ലാം പറഞ്ഞ എന്താ?
ഒരു മനുഷ്യന് ഇൽമ് പഠിക്കല് ഫറള് ഐനായതുകൊണ്ട് ഫറള് കിഫായ ആയതുകൊണ്ട്. ഫറള് ഐന് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ വ്യക്തിക്കും പഠിക്കൽ നിർബന്ധമായതാ. ഓരോ വ്യക്തിക്കും പഠിക്കൽ നിർബന്ധമായതിനാ ഫറള് ഐന് എന്ന് പറഞ്ഞത്. എല്ലാ കാര്യവും എപ്പോഴും പഠിച്ചേക്കൽ ഫറള് ഐനൊന്നുമില്ല. പക്ഷെ ഒരാൾക്ക് മുതലുണ്ടായാൽ പിന്നെ സക്കാത്തിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. അതേപോലെ ഒരാൾ യാത്രക്കൊരുങ്ങുമ്പോ യാത്രയിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് പഠിക്കേണ്ടി വരും. അപ്പൊ യാത്ര പോകുന്നവൻ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഭൗതികമായി ആ യാത്രക്ക് ഉണ്ടാകേണ്ട ഗുണഗണങ്ങളെ പറ്റിയൊക്കെ അറിയുന്നവരോട് ചോദിച്ചു പഠിക്കാറുണ്ട്. ട്രാവൽസ് ചെന്ന് ചോദിക്കും, അല്ലെ? എയർലൈൻസിന്റെ ഓഫീസിൽ ചിലപ്പോൾ വിളിച്ചു ചോദിക്കും. മുമ്പ് ആ വഴിക്ക് യാത്ര പോയ ആളുകളോട് അന്വേഷിക്കും. അതേപോലെ തന്നെ ഗൂഗിളിൽ പരതി ഗൂഗിൾ മാപ്പ് എടുത്ത് ചെക്ക് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഭൗതികമായി ആ യാത്ര ഫലവത്താകാനും എളുപ്പമാകാനും എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. എന്നാൽ മതപരമായി ആ യാത്രയിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ ഇതും യാത്ര ചെയ്യുന്നതിന് മുമ്പ് പഠിച്ചിരിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അപ്പോ യാത്രക്ക് ഒരുങ്ങുമ്പോൾ ഇതൊക്കെ പഠിക്കണം കേട്ടോ. ബസ് എന്നൊക്കെ നിസ്കരിക്കണം. വിശദമായി അതിന്റെ കാര്യങ്ങളൊന്നും ഇപ്പൊ ഞാൻ പറയില്ല. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ ക്ലാസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ യാത്രക്കാരന്റെ നിസ്കാരം എന്നൊരു ഭാഗം തന്നെ നമുക്ക് വിശദീകരിക്കാൻ വരേണ്ടതുണ്ട്. ആ സമയത്ത് നമുക്ക് അക്കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു വെച്ചത്, നിസ്കാരം അതിന്റെ സമയത്ത് കൃത്യമായി നിർവഹിക്കുക എന്നതിന് യാത്ര തടസ്സമാകാൻ പാടില്ല, തിരക്ക് തടസ്സമാകാൻ പാടില്ല, രോഗം തടസ്സമാകാൻ പാടില്ല, അതുപോലെ തന്നെ മറ്റു വിഷമങ്ങളൊന്നും തടസ്സാകാൻ പാടില്ല. മറവിയോ ഉറക്കോ, അത് നേരത്തെ പറഞ്ഞ വിധത്തിൽ അവനവന്റെ കാരണം കൊണ്ട് ഉണ്ടാകാത്ത മറവിയും ഉറക്കും ഇസ്ലാം ഉദ്റായി നിസ്കാരം ഖളാ ആയെങ്കിൽ അതിനുള്ള കാരണമായി ശരീഅത്ത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഖളാ ആയി കഴിഞ്ഞാൽ ആ ഖളാഇന് കുറ്റമില്ല, അല്ലാത്ത ഖളാകളൊക്കെ കുറ്റമുള്ളതാണ്. അപ്പൊ പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പൊ ഏത് സാഹചര്യത്തിലും ആ സാഹചര്യത്തിനനുസരിച്ച് നിസ്കാരം നടന്നിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് ചെയ്യാം. ഇനി നമ്മൾ പറയുന്നത്, നിസ്കാരം ഖളാ ആയിപ്പോയാൽ ഖളാ ആയ നിസ്കാരത്തെ, അതായത് സമയം കഴിഞ്ഞു പോയാൽ സമയം കഴിഞ്ഞ നിസ്കാരത്തെ ഖളാ വീട്ടേണ്ടതുണ്ട് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. എങ്ങനെ നഷ്ടപ്പെട്ടാലും ശരി ഖളാ വീട്ടേണ്ടതുണ്ട്. ആ ഖളാ വീട്ടേണ്ട നിസ്കാരം രണ്ട് രീതിയിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് ഉദ്റോടുകൂടി നഷ്ടപ്പെട്ടത്, മറ്റേത് ഉദ്റില്ലാതെ നഷ്ടപ്പെട്ടത്. ഉദ്റില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരമാണോ? ഇസ്ലാമിൽ അംഗീകൃതമായ രണ്ട് കാരണങ്ങളുണ്ട്. ആ രണ്ടിൽ ഒരു കാരണവും ഇല്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തെ പെട്ടെന്ന് ഖളാ വീട്ടൽ നിർബന്ധമാണ്. പറഞ്ഞാൽ മനസ്സിലായോ? പെട്ടെന്ന് ഖളാ വീട്ടൽ നിർബന്ധമാണ്. കാരണമില്ലാതെ ഖളാ ആയതാ, എന്നാ പെട്ടെന്ന് ഖളാ വീട്ടണം എന്നാ പറഞ്ഞത്. അപ്പൊ ഇയാള് വെറുതെ ഇങ്ങനെ എന്താക്കന്നെ വെറുതെ നിസ്കാരം ഖളാ ആക്കി, മടിച്ചിട്ട് ഖളാ ആക്കി, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതിരുന്നു, അല്ലെങ്കിൽ നേരത്തെ സഖി ഉസ്താദ് അടിച്ചതുപോലെ സമയത്ത് ഉറങ്ങിയ ആള് നിസ്കാരത്തിന്റെ സമയത്ത് ഉണർന്നിട്ട് പിന്നെയും ഓൻ നിസ്കരിക്കാൻ നിന്നില്ല. ചില ആൾക്കാരൊക്കെ ഉണ്ടങ്ങനെ. സുബഹിക്ക് ഉണർന്നാല് പെട്ടെന്ന് നിസ്കരിക്കണമല്ലോ, കാരണം ഖളാ ആകാൻ പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറുള്ള പണിക്കൊന്നും നിൽക്കാൻ പാടില്ല. ആദ്യത്തെ പണി നിസ്കരിക്കണമെങ്കിൽ ഒതുടുക്കണം, ഒതുടുക്കുക, നിസ്കരിക്കുക. ചില പുരയില് പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, സുബഹിക്ക് നീച്ചാല് സമയം വൈകി എന്നറിഞ്ഞാലും ശരി ആദ്യം അടുപ്പെത്തിക്കാനാ പോവുക, എന്നിട്ടേ നിസ്കരിക്കാൻ വരുള്ളൂ. ആദ്യം അടുപ്പെത്തിക്കാൻ പോകും. അങ്ങനെ കട്ടൻ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടാണ് മുപ്പത്തിയേഴ് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ വരിക. അപ്പോഴേക്കിനെ സമയം പോണെടുത്തൂലേ, സൂര്യ ഉദിക്കൂലേ, നിസ്കാരം ഖളാ ആവൂലേ. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഉണർന്നു, സമയം വൈകിയിരിക്കുന്നു, എന്നാൽ ശറഈന്റെ കൽപ്പന എന്താ? അവിടെ വുദൂ പോലും വളരെ ചുരുക്കി മിനിമം വുദൂ എടുത്ത് വളരെ പെട്ടെന്ന് നിസ്കാരം തുടങ്ങണമെന്നാണ്. മിനിമം വുദൂ ആണ് എടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ വുദൂന്റെ സുന്നത്തുകളൊന്നും ചെയ്യാതെ ഫറള് മാത്രം എടുത്ത് വളരെ പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് കടക്കണമെന്നാണ്
ശറഇന്റെ കൽപ്പന. അത് നമ്മൾ പാലിച്ചിരിക്കണം. അപ്പൊ സഹോദരിമാരൊക്കെ നന്നായി ശ്രദ്ധിക്കുക. അങ്ങനെ എപ്പോഴെങ്കിലും വൈകിപ്പോയാൽ അടുക്കളയിലെ മറ്റു ജോലികളോ മറ്റു വിഷയങ്ങളോ ഒന്നും ആ സമയത്ത് എടുക്കാൻ പാടില്ല. ഒക്കെ നിസ്കാരം കഴിഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ നഷ്ടപ്പെട്ട നിസ്കാരം ഖലാ വീട്ടുമ്പോ നമ്മൾ പറഞ്ഞു, ഉദുർ ഇല്ലാതെ നഷ്ടപ്പെട്ടതാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഖലാ വീട്ടണം. ഉദുറില്ലാതെ നഷ്ടപ്പെട്ടതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഖലാ വീട്ടണം. അത് നിർബന്ധമാണ്. ഉദുറോടുകൂടി നഷ്ടപ്പെട്ടതാണെങ്കിൽ അവിടെയും പെട്ടെന്ന് ഖലാ വീട്ടണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ പെട്ടെന്ന് ഖലാ വീട്ടൽ ഇവിടെ നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഒരു ചങ്ങായി സുബഹിസ്കരിക്കാതെ കടന്ന് ഉദുറൊന്നുമില്ലല്ലോ. കാരണം എന്താ? ഇപ്പൊ സുബഹിസ്കരിക്കാതെ അങ്ങനെ ഉണർന്നിട്ട് നീക്കാതെ കടന്നതാ, അല്ലെങ്കിൽ പിന്നെ വെറുതെ അങ്ങനെ സമയം കളഞ്ഞതാ. 10 മണി വരെ ഉറങ്ങി എഴുന്നേറ്റതിന്റെ ശേഷം പിന്നെ എഴുന്നേറ്റ് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഓഫീസിലൊക്കെ പോയി ഒക്കെ കഴിഞ്ഞു വന്നിട്ട് പിന്നെ ളുഹ്ർ നിസ്കരിക്കാം എല്ലാവരും പള്ളിയിൽ കയറുമ്പോണ്ടാവും ഇവനാ നേരത്തെ ഒരു കുനൂത്തുള്ള നിസ്കാരം. അങ്ങനെയാണ് ചില ആളുകളൊക്കെ നിസ്കരിക്കല്. ളുഹ്റിന്റെ നേരത്തെ ഒരു കുനൂത്തുള്ള നിസ്കാരം. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇയാള് സുബഹി നിസ്കരിച്ചില്ല. എന്നാ ഉണർന്ന ഉടനെ കാരണമില്ലാതെ പിന്തിക്കാൻ തന്നെ പാടില്ല. അതൊരു തെറ്റ്. പിന്തിച്ചതൊരു തെറ്റ്. പിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വുജൂബാണ്. ഉണർന്ന ഉടനെ തന്നെ ആ നിസ്കാരം അവന് ഖലാ വീട്ടണം. മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാൻ പാടില്ല. കണ്ടോ? ഉടനെ ഖലാ വീട്ടണം, അത് നിർബന്ധ. ഇനി കാരണമുണ്ടായിട്ട് പിന്തിച്ചതാണെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് ഖലാ വീട്ടുന്നതാണ് നല്ലത്, സുന്നത്ത് അങ്ങനെയാണ്. മാത്രമല്ല വേറൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾക്ക് നിസ്കാരം ഖലാ ഉണ്ട്. കാരണമില്ലാതെ ഖലാ ആയ നിസ്കാരങ്ങളാണ്. എന്നാൽ അവന്റെ എല്ലാ സമയവും അത്യാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട സമയമല്ലാത്ത എല്ലാ സമയവും നിസ്കാരം ഖലാ വീട്ടുന്നതിന് വിനിയോഗിക്കണം എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല, മറിച്ച് ആ സുന്നത്ത് നിസ്കരിക്കുന്ന സമയം കൂടി അയാൾ ഫറള് ഖലാ വീട്ടാനാണ് വിനിയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, പിന്നെ നിസ്കാരം ഖലാ ഉള്ളവന് തറാവി നിസ്കരിക്കാൻ പാടില്ലല്ലോ. ഇല്ല, പാടില്ല. അങ്ങനെ തന്നെയല്ലേ? ആണ്. എന്നായിക്കോട്ടെ, മൂപ്പരെ നിസ്കരിച്ചിക്കാണ്ട് പെരയെ പോയി പുതപ്പിട്ടാണ്ട് കിടന്നുറങ്ങും. എന്തേ? അല്ല, നിങ്ങളെന്ത് തറാവിക്ക് കേൾക്കില്ല? എനിക്ക് നിസ്കാരം ഖലാ ഉള്ളതുകൊണ്ടേ തറാവി നിസ്കരിക്കാൻ പാടില്ല എന്നാണ് മൂലയിൽ ഫത്വ നിൽക്കുന്നത്. അതുകൊണ്ട് എന്തായാലും പുതപ്പിട്ടുറങ്ങാൻ നല്ല സുഖം ഉണ്ടാവുമല്ലോ, അപ്പൊ ഞാൻ അതിന് പോകാന്ന് ആ മൂപ്പര വെപ്പ്. നിങ്ങൾ നോക്കണേ, ഇവിടെ ഇയാള് തറാവി നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? പുതപ്പിട്ടുറങ്ങാനല്ല. പിന്നെന്താ പ്രശ്നം? എന്തായിരുന്നു? ഇയാളോട് പറഞ്ഞത് തറാവീഹ് നിസ്കരിക്കുന്ന സമയം കൂടി നിങ്ങൾക്ക് നിർബന്ധമായതുണ്ട്, അത് വീട്ടണമെന്നാണ് പറഞ്ഞത്. 10,000 ഉറുപ്പിക ഒരു ചങ്ങായിക്ക് കടമുണ്ട്. ആ കടവും വീട്ടണില്ല. കടം വീട്ടാതെ ഇപ്പം ഇങ്ങനെ സദക്കയും കൊടുത്ത് നടക്കുകയാണ്. പെരടിക്ക് പിടിക്കൂല അവന്റെ. അതന്നെയാണ് ഇവിടെയും പറഞ്ഞത്. കടവും വീട്ടണില്ല. കടം കൊടുക്കൽ നിർബന്ധമാണല്ലോ. കടം വീട്ടൽ നിർബന്ധ. ആ നിർബന്ധമായത് കൊടുക്കാതെ ഇവന്റെ അടുത്തുള്ള പൈസ ആയിട്ട് അവൻ അങ്ങനെ സുന്നത്തായ സദക്കയും ചെയ്ത് നടക്കുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഏത്? നിസ്കാരം കടമാണ്. ആ കടം അവൻ വീട്ടേണ്ടിയിരിക്കുന്നു. ആ വീട്ടേണ്ട കടം ബാക്കി വെച്ചുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയ സമയത്ത് ഇയാൾ എന്ത് ചെയ്യുന്നു? സുന്നത്തായ നിസ്കാരം നിർവഹിക്കുന്നു. ഇത് ശറഇൽ അംഗീകരിക്കപ്പെടുന്ന വിഷയമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഓൻ വിത്ർ നിസ്കരിക്കണ്ട, ഓൻ തറാവീഹ് നിസ്കരിക്കണ്ട, ഓൻ ആ സമയം കൂടി ഖലാ വീട്ടണം. ഖലാഇന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സുന്നത്ത് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അല്ലാതെ പോയി പുതപ്പിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞതല്ലത് കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ നഷ്ടപ്പെട്ട നിസ്കാരത്തെ പെട്ടെന്ന് ഖലാ വീട്ടൽ നിർബന്ധമാണ്. ആ നിസ്കാരം നഷ്ടപ്പെട്ടത് കാരണങ്ങളില്ലാതെയാണെങ്കിൽ.
കാരണം ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടതാണെങ്കിൽ അതിനെ പെട്ടെന്ന് ഖലാ വീട്ടൽ എന്തായാലും നിർബന്ധമാണ്. പക്ഷെ അത് പെട്ടെന്നാകൽ സുന്നത്താണ്. വേഗത്തിലാകൽ സുന്നത്താണ്. ഇനി ഒരാൾക്ക് ഒന്നിലധികം നിസ്കാരം ഖലാ ഉണ്ട്. ശ്രദ്ധിക്കണേ, ഒരാൾക്ക് ഒന്നിലധികം നിസ്കാരം ഖലാ ഉണ്ട്. എന്നാൽ നിസ്കാരത്തിന്റെ സാധാരണ ക്രമമനുസരിച്ച് ഖലാ ഉള്ള നിസ്കാരങ്ങളെ എന്താ ഒരാൾ സുന്നത്തേ ഉള്ളൂ എന്ന് ചോദിക്കണത്? വലിയ ഇടങ്ങാറാണ് അതൊക്കെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയണമെന്ന് വേറെ, നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് വേറെ ആയാലേ വലിയ വിഷമാണിത്. ഖലാ വീട്ടൽ സുന്നത്തേ ഉള്ളൂ എന്നല്ല പറഞ്ഞത്, ഖലാ വീട്ടൽ നിർബന്ധമാണ്. പക്ഷെ അത് വേഗത്തിലാകൽ ചിലപ്പോൾ സുന്നത്താണ്. ചിലപ്പോൾ എന്ന് പറഞ്ഞാല് കാരണമുണ്ടായിട്ട് ഉറക്കോ മറവിയോ ഈ രണ്ട് മാത്രമാണ് കാരണം. ഞാൻ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞതാണ്, ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്. ഉറക്കും മറവിയും ഇത് മാത്രമാണ് കാരണം. അതിനുള്ള ചില നിബന്ധനകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. വേണമെങ്കിൽ കേൾക്കാത്ത ആൾക്കാർക്ക് അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അപ്പൊ ആ കാരണമില്ലാതെയാണ് നിസ്കാരം പിന്തിച്ചതെങ്കിൽ ഉടനെ ഖലാ വീട്ടൽ നിർബന്ധമാണ്. കാരണമുണ്ടായിട്ടാണ് നിസ്കാരം പിന്തിച്ചതെങ്കിൽ അതിന് ഉടനെ ഖലാ വീട്ടൽ സുന്നത്തുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഖലാ വീട്ടൽ എന്തായാലും നിർബന്ധമാണ്. പക്ഷെ ഇത് ഉടനെയാകലും ആകാതിരിക്കലുമാണ് ഈ സുന്നത്തും നിർബന്ധവും തമ്മിലുള്ള വ്യത്യാസം. കേട്ടോ? അത് കഴിഞ്ഞു. ഇനി പറയട്ടെ, ഒന്നിലധികം നിസ്കാരം ഖലാ ഉള്ള ഒരാൾ അയാൾക്ക് അദ്ദേഹത്തിന്റെ നിസ്കാരം ഖലാ വീട്ടുന്ന സമയത്ത് നിസ്കാരത്തിന്റെ സീരിയൽ നോക്കി നിസ്കരിക്കേണ്ടതാണ്. ഇത് നിസ്കാരത്തിന്റെ ക്രമമുണ്ടല്ലോ, ആദ്യം സുബിഹി, പിന്നെ ളുഹർ, പിന്നെ അസർ, പിന്നെ മഗ്രിബ്, പിന്നെ ഇശാ, ഇങ്ങനെയുള്ള ഒരു ദിവസത്തെ നിസ്കാരത്തിന്റെ തർത്തീബ്, ആ ഓർഡർ വിടരുത്. അതാ പറഞ്ഞ ആ ഓർഡർ നോക്കി നിസ്കരിക്കുക. അതാണ് സുന്നത്ത്. അതാണ് സുന്നത്ത്. അപ്പൊ ആദ്യം എന്താക്കുക? സുബഹി നിസ്കരിക്കുക, പിന്നെ ളുഹർ നിസ്കരിക്കുക, പിന്നെ അസർ നിസ്കരിക്കുക, പിന്നെ മഗ്രിബ് നിസ്കരിക്കുക, പിന്നെ ഇശാ നിസ്കരിക്കുക. 5 ഖലാ ഉണ്ടെങ്കിൽ ഒരാൾക്ക് സുബഹിയും മഗ്രിബുമാണ് ഖലാ എങ്കിൽ ആദ്യം സുബഹി നിസ്കരിക്കുക, പിന്നെ മഗ്രിബ് നിസ്കരിക്കുക. അങ്ങനെയാണ്. അപ്പൊ ഏതൊക്കെയാണോ ഖലാ ഉള്ളത് ആ ഖലാ ഉള്ളതിനെ തർത്തീബാക്കി നിസ്കരിക്കലാണ് സുന്നത്ത്. ഇവിടെ തന്നെ ശ്രദ്ധിക്കണം, ഒന്നിലധികം നിസ്കാരം ഖലാ ഉള്ളപ്പോൾ ചില നിസ്കാരം ഉദ്റോടുകൂടി ഖലാ ആയതും മറ്റു ചിലത് ഉദ്റില്ലാതെ ഖലാ ആയതുമാണെങ്കിൽ ഉദ്റില്ലാതെ ഖലാ ആയതിനെ ആദ്യം നിസ്കരിക്കുകയും പിന്നീട് ഉദ്റുണ്ടായിട്ട് ഖലാ ആയതിനെ നിസ്കരിക്കുകയുമാണ് വേണ്ടത്. അവിടെ തർത്തീബ് അല്ല പരിഗണിക്കേണ്ടത്. മനസ്സിലായില്ലേ? അവിടെ തർത്തീബല്ല പരിഗണിക്കേണ്ടത്. അപ്പൊ ചില ആൾക്കാർക്കൊരു ചോദ്യം, കണക്കില്ലാത്ത നിസ്കാരം ഖലാ ഉണ്ടെങ്കിലോ? കണക്കില്ലാതെ ഖലാ കൂട്ടണം. ശരി, മറുപടി അങ്ങനെ തന്നെയല്ലേ. എന്തിനാ ഇതിനൊക്കെ വിഷമിക്കണം? കണക്കില്ലാതെ നിസ്കാരം ഖലാ ഉണ്ടെങ്കിൽ കണക്കില്ലാതെ ഖലാ കൂട്ടണം. എത്ര എളുപ്പ കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പൊ ഖലാ അങ്ങനെ വീട്ടുക, അതൊക്കെ കഴിയുമ്പോ ഇപ്പൊ എന്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എന്നൊരു കൊലപത്തുള്ള തന്നെ നമുക്ക് വരുമല്ലോ. അവിടെ എത്തുമ്പോ നിർത്തുക, അതുവരെ ഖലാ തന്നെ. അങ്ങനെയാണ്. അപ്പൊ അതുവരെ നമ്മളെ സമയങ്ങളൊക്കെ മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കാതെ, സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വിനിയോഗിക്കാതെ ആ സമയം കൂടി ഖലാ വീട്ടാൻ വേണ്ടി വിനിയോഗിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം. അപ്പൊ നമ്മൾ പറഞ്ഞു, കാരണമുണ്ടായിട്ട് ഖലാ ആയ നിസ്കാരമാണെങ്കിൽ അതിനെ എന്താക്കണം? പിന്നെ കാരണമില്ലാതെ ഖലാ ആയ നിസ്കാരമാണെങ്കിൽ അതിനെ ആദ്യം നിർവഹിക്കണം. കാരണത്തോടെ ഖലാ ആയതാണെങ്കിൽ അതിനെ പിന്നീട് അവിടെ തർത്തീബല്ല നോക്കേണ്ടത് എന്നും പറഞ്ഞു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട മസ്അല കൂടി. ഇന്നത്തെ സുബഹി ഒരാൾ നിസ്കരിച്ചില്ല. ഇന്നത്തെ സുബഹി ഒരാള് നിസ്കരിച്ചില്ല. നിസ്കരിക്കാനുള്ള കാരണം അലാറൊക്കെ അടിച്ചു, മൂപ്പര് ഉണർന്നു നോക്കുമ്പോ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ നീക്കാനൊരു മടി, അവിടെ തന്നെ കിടന്നതാ. അപ്പൊ ഉഴുതിരുണ്ടോ? ഈ നിസ്കാരം ഖലാ ആക്കിയതിന് ഉഴുതിരുണ്ടോ? ഉണ്ടോ? ഉഴുതിരില്ല. ചോദ്യങ്ങളൊന്നും ഇപ്പൊ ചോദിക്കരുത്, ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിച്ചോളി. ഉഴുതിരില്ല. ഈ ഉഴുതിരില്ലാത്ത ആള് ളുഹറിന്റെ നമ്മൾ പറഞ്ഞത് പെട്ടെന്ന് ഖലാ കൂട്ടണം എന്നാ. പെട്ടെന്ന് ഖലാ കൂട്ടണം എന്നാ നമ്മൾ പറഞ്ഞത്. പക്ഷെ മൂപ്പര് ഖലാ ഒന്നും വീട്ടില്ല. മൂപ്പര് അങ്ങനെ എന്തായി?
മൂപ്പരെ ഷോലായിട്ട് അങ്ങനെ ഓഫീസിക്കോ മറ്റുള്ളവർക്കോ പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം മൂപ്പര് ളുഹറിന്റെ സമയത്ത് പള്ളിയിലെത്തി. ളുഹറിന്റെ സമയത്ത് പള്ളിയിലെത്തിയപ്പോൾ ളുഹർ നിസ്കാരം ജമാഅത്ത് പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുക്കാൻ മുഅദ്ദിൻ റെഡിയായി നിൽക്കുന്ന സമയത്ത്, അതായത് അതിന് മുമ്പ് ഇയാൾക്ക് സുബഹി ഖളാ കിട്ടാൻ സമയമില്ല എന്നർത്ഥം. അപ്പോഴാണ് ഇയാൾ പള്ളിയിലെത്തുന്നത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ സുബഹി ഖളാ വീട്ടുകയാണോ വേണ്ടത്, പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് ളുഹറിന്റെ ജമാഅത്തിൽ കൂടുകയാണോ വേണ്ടത്? ചോദ്യം മനസ്സിലായെങ്കിൽ ഉത്തരം അടിക്കാവുന്നതാണ്. കേട്ടോ, ചോദ്യം മനസ്സിലായെങ്കിൽ ഉത്തരം അടിക്കാവുന്നതാണ്. ജമാഅത്ത് കൂടണം. ഇത് പല ചോദ്യം ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അങ്ങോട്ട് പറഞ്ഞൊന്നും ചിലവര് കേൾക്കണില്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കുക, അപ്പോൾ ഇങ്ങോട്ടും ചോദിക്കുക. പഠിച്ചോൻ അത് അയ്യാല സലാ എന്ന് പറയുമ്പോ അയ്യാല സലാ എന്ന് ഇവിടുന്നും പറഞ്ഞ മാതിരിയാണ് ഇപ്പൊ ഇതിന്റെ കഥ. ഇവിടെ രണ്ടുത്തരം വന്നിട്ടുണ്ട്. രണ്ടുത്തരാണ് വന്നത്. ഒന്ന്, ചില ആളുകൾ പറയുന്നത് ളുഹർ ജമാഅത്ത് നടക്കല്ലേ, അപ്പൊ ഇയാള് പള്ളിയിലാണല്ലോ ഉള്ളത്, ആ ജമാഅത്തിൽ കൂടാതെ ഇയാൾ ഒറ്റക്ക് നിന്ന് വേറൊരു നിസ്കാരം നിർവഹിക്കുക എന്നാണ്, അത് മോശമാണല്ലോ, അതുകൊണ്ട് ജമാഅത്ത് കൂടണം എന്നാണ് ചില മുജ്തഹിദീങ്ങളെ ഫത്വ. ഇത് ഇമാമിയങ്ങളെ പറ്റിയല്ല പറഞ്ഞത്. നമ്മളെ ക്ലാസ് റൂമിൽ ഇപ്പൊ ക്വസ്റ്റ്യന് ആൻസർ അടിച്ച ചില മുജ്തഹിദീങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മറ്റു ചില മുജ്തഹിദീങ്ങളുടെ അഭിപ്രായം എന്താ? ഓര് പറയുന്നത് സംഗതി ആ മോശമൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഓന് നേരത്തെ നിർബന്ധമായി ബാധ്യതയുള്ളൊരു നിസ്കാരം ഉണ്ടായിരുന്നല്ലോ സുബിഹ്, അത് പെട്ടെന്ന് ഖളാ വീട്ടണമെന്ന് അവനോട് പറഞ്ഞതായിരുന്നല്ലോ, അവനത് കാരണമില്ലാതെ പിന്തിച്ചതാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഖളാ വീട്ടേണ്ടതാണല്ലോ, ഇത്ര സമയം അത് ഖളാ വീട്ടാതിരുന്നല്ലോ, അതുകൊണ്ട് ആദ്യമുള്ള ലോഡ് ഇറക്കി വെച്ചിട്ട് പിന്നെ സുബിഹി പിന്നെ ളുഹർ നിസ്കരിച്ചാൽ മതി, അതിന് ജമാഅത്ത് പോയാലും വേണ്ടില്ല, ളുഹറല്ല ഇപ്പോൾ നിസ്കരിക്കേണ്ടത് സുബിഹിയാണ് എന്ന് മറ്റൊരു ഉത്തരം. രണ്ടു കൂട്ടർക്കും ന്യായമുണ്ട്, പക്ഷേ ന്യായം നോക്കിയിട്ടല്ല ഫിഖ് കേട്ടോ. അതുകൊണ്ട് പറയാം ഇവിടെ ഞാൻ രണ്ടാമത് പറഞ്ഞ ഉത്തരമാണ് ശരി. ഇയാൾ നിസ്കരിക്കേണ്ടത് സുബിഹി. ഇയാൾ നിസ്കരിക്കേണ്ടത് ഏതാണ്? ജമാഅത്ത് പോയി നിൽക്കട്ടെ. ജമാഅത്ത് കൂടിയിട്ടില്ലെങ്കിൽ ഓനക്ക് ഈ ജമാഅത്ത് കൂടിയിട്ടില്ലെങ്കിൽ ഓനക്ക് ഈ നിസ്കാരത്തിൽ ജമാഅത്ത് തന്നെ കിട്ടൂല. ഇയാൾക്ക് എന്തില്ല, ജമാഅത്ത് തന്നെ കിട്ടൂല. എന്നാലും ശരി, ഓൻ ആദ്യം സുബിഹിയാണ് നിസ്കരിക്കേണ്ടത്. അപ്പോഴാണ് ചില ആൾക്കാർക്കൊരു ബേജാറ്. അങ്ങനെ വരുമ്പോ നമ്മള് ഇവിടെ ഞാൻ സുബഹി നിസ്കരിക്കാത്ത ഒരുത്തനാണ് എന്ന് ആൾക്കാരൊക്കെ അറിയില്ലേന്നാ. ഈ അറിയില്ലേ എന്നുള്ള ബോധം മൊല്ലാക്ക ഇക്കാമത്ത് കൊടുക്കാൻ നിൽക്കണതിന്റെ മുന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ വല്യടങ്ങേറിൽ വരുന്നോ എന്നാണ് അതിന് മറു ചോദ്യം. അങ്ങനെ ഇവൻ നേരം വെളുത്ത് സുബഹി ഏതായാലും ഒന്ന് നിസ്കരിച്ചില്ല, അതിനൊന്നും അവനൊരു വിഷമം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ടാണ് ഖളാ വീട്ടാൻ ഉച്ചവരെ സമയം കിട്ടി, അതിനൊട്ട് ഖളാ വീട്ടിയതുമില്ല. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൻ അവസാനം വരികയാണ് എവിടെ? പള്ളിയിൽ വന്ന് നോക്കുമ്പോഴോ ജമാഅത്ത് തുടങ്ങിയാണ്. കാരണം മോമിനിങ്ങൾ സുബിയൊക്കെ രാവിലെ നിസ്കരിച്ചിട്ട് ഇപ്പൊ അവിടെ ളുഹർ തുടങ്ങിയാണ്. അപ്പോഴപ്പം വരുന്നവന് ഇപ്പൊ ഒരു ടെൻഷനാ. എന്ത്, ഞാൻ ഇപ്പൊ സുബി നിസ്കരിക്കാൻ നിന്നാൽ ഈ ആൾക്കാരൊക്കെ കാണൂലേന്നാ. ആൾക്കാർ കാണുന്നതിൽ എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടോ? എന്നാ എനിക്ക് ഇക്കാമത്തിന്റെ കുറച്ച് മുന്നേ വന്നിട്ടെങ്കിലും നിസ്കരിച്ചുകൂടെയെന്നോ എന്നാ അവനോട് തിരിച്ചുള്ള ചോദ്യം കേട്ടോ. അപ്പോ ഇനി രണ്ടാമത്തെ ഒരു വിഷയം ഇപ്പോൾ പറഞ്ഞത് ഉഴുതിറില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരത്തെ പറ്റിയാ. മറ്റൊരാൾ രാത്രി കടന്നു, അലാറം വെച്ചിരുന്നു, അല്ലെങ്കിൽ വിളിക്കാൻ ആളുണ്ടായിരുന്നു, പക്ഷേ എന്തോ കാരണവശാൽ അന്ന് അലാറം അടിച്ചില്ല, അല്ലെങ്കിൽ അടിച്ചത് ഉറക്കിന്റെ ശക്തി കൊണ്ട് അറിഞ്ഞില്ല. അറിയാതെ ഉണർന്നപ്പോഴേക്ക് സുബഹിന്റെ സമയം കഴിഞ്ഞിരുന്നു. വൈകി ഉറങ്ങുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായേക്കാം. ഉണർന്നപ്പോഴേക്ക് സുബഹിന്റെ സമയം കഴിഞ്ഞിരുന്നു, സുബഹി ഖളാ ആയിട്ടുണ്ട്. ഇയാളുടെ ഇപ്പോൾ ഖളാ സംഭവിച്ചതിന് ശറഇൽ അംഗീകരിക്കപ്പെട്ട കാരണം ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ അല്ലേ? ഉണ്ട്. ശറഇൽ അംഗീകരിക്കപ്പെട്ട കാരണം അയാൾക്കുണ്ട്.
ഇയാളോട് ഇസ്ലാമിന്റെ കൽപ്പന പെട്ടെന്ന് ഖലാ വീട്ടൽ സുന്നത്താണ്, ഖലാ വീട്ടണം, പക്ഷെ അത് പെട്ടെന്നാകൽ സുന്നത്താണ് എന്നാണ്. മറ്റവനോട് കൽപ്പിച്ച മാതിരി പെട്ടെന്ന് തന്നെ ഖലാ വീട്ടണം എന്ന നിർബന്ധമായ കൽപ്പന ഇയാളോടില്ല. ഇയാളും ഇതേപോലെ സുബഹി ഖലാ വീട്ടാതെ പുറത്തുപോയി വന്നു, ളുഹറിന്റെ സമയത്ത് പള്ളിയിലെത്തി, ളുഹറിന്റെ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ളുഹറിന്റെ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഇയാൾക്ക് ഒരു കാര്യം നമുക്ക് ഉറപ്പാ, ഇയാൾക്ക് ആദ്യം ഇന്നത് ചെയ്യണം മറ്റേത് ചെയ്യാൻ പാടില്ല എന്നൊരു കൽപ്പന ഇയാളോടില്ല. മറ്റേയാളോടേന്ന് അങ്ങനത്തെ കൽപ്പന. കാരണം അയാൾക്ക് എന്തായിരുന്നു, കാരണമില്ലാതെ ഖലാ ആയതുകൊണ്ട് പെട്ടെന്ന് ഖലാ വീട്ടൽ നിർബന്ധമുള്ള ആളായിരുന്നു നേരത്തെ പറഞ്ഞ കക്ഷി. ഇപ്പോഴത്തെ കക്ഷി അങ്ങനത്തെ ആളല്ല, അയാൾക്ക് പെട്ടെന്ന് ഖലാ വീട്ടൽ നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ എന്ന് പറയുന്ന കക്ഷിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം ഏത് നിസ്കരിച്ചാലും തെറ്റല്ല. മറ്റവൻ ആദ്യം സുബഹിയെ നിസ്കരിക്കാവൂ, ആദ്യം ളുഹറിൽ കൂടിയാൽ അത് തെറ്റാണ്. നേരത്തെ പറഞ്ഞ ആള് ഇവൻ രണ്ട് ചെയ്താലും തെറ്റല്ല. തെറ്റല്ലെങ്കിൽ പോലും ഇവന് നല്ലത് ഏതാണ്? സുബഹിന്റെ ജമാഅത്ത് ളുഹറിന്റെ ജമാഅത്ത് കൂടലാണോ സുബഹി ഖലാ വീട്ടലാണോ ആദ്യം ചെയ്യാൻ നല്ലത്? അനുസരിച്ചാട്ടെ. ഇവിടെയുണ്ട് രണ്ട് മദ്ഹബ് കണ്ടാ. മുജ്തഹിദീങ്ങൾ ഇവിടെ രണ്ട് ജാതി ഉണ്ട്. അപ്പൊ ഏതായാലും ഇവിടെയും സുബഹി ഖലാ വീട്ടുകയാണ് നല്ലത്. സുബഹി ഖലാ വീട്ടുകയാണ് നല്ലത്. ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ടാലും ഇവന് സുന്നത്ത് ആദ്യം സുബഹി ഖലാ വീട്ടിയിട്ട് പിന്നെ നിസ്കരിക്കലാ. സുബഹി ഖലാ വീട്ടിയിട്ട് പിന്നെ ജമാഅത്ത് കിട്ടിയാൽ അതിൽ കൂടാം. കണ്ടോ, ജമാഅത്ത് കിട്ടിയിട്ടില്ലേ എന്താക്കാം? ജമാഅത്ത് കിട്ടിയിട്ടില്ലേ ഇയാൾക്ക് പിന്നെ വേറെ സ്വന്തം നിസ്കരിക്കാം. അടുത്ത ജമാഅത്തിന് കൂടാൻ പറ്റിയ ആളുകളൊന്നുമില്ലെങ്കിൽ സ്വന്തം നിസ്കരിക്കുകയും ചെയ്യാം. എന്തായാലും ശരി, ഇയാൾക്ക് ആദ്യം നല്ലത് സുബഹി ഖലാ വീട്ടലാണ് കേട്ടോ. അപ്പോ അത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്റെ ഓർമ്മയിൽ വന്ന് ഇന്ന് പറയേണ്ട വിഷയങ്ങൾ. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, നിർബന്ധമായി പറയേണ്ട ഒരു കാര്യം. നമ്മളിപ്പോ പറഞ്ഞതിൽ തന്നെ ആദ്യം പറഞ്ഞ ഉഴുതറില്ലാതെ ഖലാ ആയ കക്ഷിക്ക് ളുഹർ പെട്ടെന്ന് ളുഹർ നിസ്കരിക്കാതെ അയാൾ സുബഹി നിസ്കരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടേ ളുഹർ നിസ്കരിക്കാവൂ, ജമാഅത്ത് പോയാൽ അത് നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇവിടെ ഈ കക്ഷി നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി വരുന്നത് ളുഹറിന്റെ സമയം അവസാനം എത്തി നിൽക്കുമ്പോഴാണ്. ളുഹർ ഖലാ ആകാനായിട്ടുണ്ട്, ആ സമയത്താണ് മൂപ്പര് നിസ്കരിക്കാൻ ഒരുങ്ങി വരുന്നത്. ഇവിടെ ഇയാൾക്ക് നേരത്തെ ഖലാ ആയൊരു സുബഹി ബാക്കി നിൽപ്പുണ്ട്. ളുഹറാണെങ്കിലോ ഖലാ ആകാൻ പോവുകയാണ്. ഇയാൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നേരത്തെ ബാക്കിയുള്ള സുബഹിയാണോ നിസ്കരിക്കേണ്ടത്, അതല്ല ഇപ്പോൾ ഖലാ ആകാൻ പോകുന്ന ളുഹറാണോ നിസ്കരിക്കേണ്ടത്? ഇയാൾ ളുഹറാണ് നിസ്കരിക്കേണ്ടത്. ഇതിൽ രണ്ട് മദ്ഹബില്ലല്ലോ. ഇവിടെ രണ്ട് മദ്ഹബ് കാണുന്നില്ല. അൽഹംദുലില്ലാഹ് കേട്ടോ. വന്നു മറ്റേ മദ്ഹബ് വന്നു. അത് ശരി, ഞാനും വിചാരിച്ചില്ല. അപ്പൊ ആ മദ്ഹബ് തെറ്റാ. പുതിയത് വന്ന മദ്ഹബ് തെറ്റാണ്, പഴയ മദ്ഹബാണ് ശരി കേട്ടോ. സുബഹി എല്ലാം നിസ്കരിക്കേണ്ടത്, ഏതാ നിസ്കരിക്കേണ്ടത്? ളുഹറാ നിസ്കരിക്കേണ്ടത്. അതെന്താ അതിന്റെ കാരണം? ഇവിടെ ഇയാൾ സുബഹി നിസ്കരിക്കാൻ നിന്നാല് ളുഹറും കൂടി ഖലാ ആവും. സുബഹി എന്തായാലും ഖലാ ആയി. ഇനിയിപ്പോ ഇയാൾ ഇവിടെ ആദ്യം സുബഹി നിസ്കരിക്കാൻ നിന്നാൽ അത് നിസ്കരിച്ച് വരുമ്പോഴേക്കും ളുഹറും കൂടി ഖലാ ആവും. അതുകൊണ്ട് അയാൾ സുബഹി നിസ്കരിക്കാൻ നിൽക്കാൻ പാടില്ല. ളുഹർ നിസ്കരിച്ചതിന്റെ ശേഷമേ ഇവിടെ സുബഹി നിസ്കരിക്കാവൂ കേട്ടോ. അപ്പൊ വേറെ ചില ആളുകൾ ചോദിച്ച ന്യായമായ സംശയമുണ്ട് അവിടെ. എന്താണ്? വേറെ ജുമുഅയാണെങ്കിലോ? ജുമുഅയാണെങ്കിൽ ജുമുഅയിലാണ് കൂടേണ്ടത്. കാരണം ജുമുഅ പിന്നെ കിട്ടൂല. ളുഹർ അങ്ങനല്ല, ജമാഅത്ത് പോയാലും ളുഹർ പിന്നെ കിട്ടും, ജുമുഅ പിന്നെ കിട്ടൂല. അതുകൊണ്ട് തന്നെ ജുമുഅയുടെ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ജുമുഅ കഴിഞ്ഞതിന്റെ ശേഷമേ, അതിന് മുമ്പ് നിസ്കരിക്കാൻ സമയമില്ലെങ്കിൽ ജുമുഅ കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ അയാൾ എന്താക്കാവൂ സുബഹി ഖലാ നേരത്തെയുള്ള നിസ്കാരം ഖലാ കൂട്ടാൻ പാടുള്ളൂ. അവിടെ ജുമുഅക്ക് പള്ളിയിൽ വന്നപ്പോൾ ഖുതുബ തുടങ്ങിയിട്ടുണ്ട്. ജുമുഅക്ക് പള്ളിയിൽ വന്നപ്പോൾ നിസ്കാരം തുടങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ ഖുതുബ തുടങ്ങിയിട്ടുണ്ട്. ഖുതുബ തുടങ്ങിയാൽ പോലും അയാൾ അവിടെ ഖലാ കൂട്ടാൻ പാടില്ല. ആ ഖുതുബ കേട്ടിരിക്കുക. ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. അവിടെ വേറെ ആരോടും പരാതി പറയണ്ട. അവിടെ തിരിഞ്ഞാലും ശരി തിരിഞ്ഞിട്ടില്ലെങ്കിലും ശരി ആ ഖുതുബ കേട്ട് അവിടെ ഇരിക്കുക. ഖുതുബ കഴിഞ്ഞതിന്റെ ശേഷം നിസ്കാരം ചെയ്യുക.
നിസ്കാരമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം എന്താക്കുക, അയാൾ ഖളാ വീട്ടുക. കാരണം ഇവിടെ പ്രശ്നം എന്താ, ആദ്യം സുബഹി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ജുമുഅ നഷ്ടപ്പെടും. ജുമുഅ നഷ്ടപ്പെട്ടാലാകട്ടെ അത് വീണ്ടെടുക്കാൻ ഒരു നിവൃത്തിയുമില്ല. വീണ്ടെടുക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം ജുമുഅ ഒറ്റക്ക് നിസ്കരിക്കാൻ പറ്റൂല. ജുമുഅ ഒറ്റക്ക് നിസ്കരിക്കാൻ പറ്റൂല. ജുമുഅ ജമാഅത്തായിട്ടേ നിസ്കരിക്കാൻ പറ്റൂ. അതുകൊണ്ട് മാത്രമല്ല, ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏതൊരാൾക്കും നിസ്കാരം ഹറാമാണ്. അയാൾ ഖുതുബ കേട്ടിരിക്കുകയാണ് വേണ്ടത്. അയാൾക്ക് നിസ്കരിക്കാൻ പറ്റിയ ഒറ്റ നിസ്കാരമേ ഉള്ളൂ, അത് തഹയ്യത്ത് നിസ്കാരമാണ്. ആ തഹയ്യത്ത് തന്നെ അഖല്ലു മുജ്സി ആയ രീതിയിൽ മാത്രമേ നിസ്കരിക്കാവൂ, നീട്ടി നിസ്കരിക്കാൻ പാടുള്ളതല്ല. ചുരുക്കി നിസ്കരിക്കുക, ഒരു മിനിമം നിസ്കാരം അത്രേ പറ്റുള്ളൂ. അല്ലാതെ ഖുതുബ തുടങ്ങിയാൽ എന്താകാൻ പറ്റൂല, പിന്നെ ഓടി വന്നിട്ട് പിന്നെ അവിടെ ഒരു നിസ്കാരം സുബഹി ഖളാ വീട്ടലും മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കലും ഈ ജാതി പണിയൊക്കെ എടുക്കുന്ന ചില ആൾക്കാരുണ്ട്. ആ ജാതി പണിയൊന്നും ഖുതുബ തുടങ്ങിയാൽ പറ്റില്ല. അള്ളാഹുവിന്റെ മലക്കുകൾ പോലും രജിസ്ട്രേഷൻ ബുക്ക് മടക്കി വെച്ച് ഖുതുബ കേൾക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്ന, ജുമുഅക്ക് വരുന്ന ആളുകളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മലക്കുകൾ പള്ളിയുടെ വാതിൽക്കൽ വെള്ളിയാഴ്ച രാവിലെ തന്നെ നിൽക്കും. രാവിലെ തന്നെ നിൽക്കും. ഇപ്പൊ പിന്നെ മലക്കുകൾക്കും വലിയ പണിയൊന്നുമില്ല, കാരണം രാവിലെ തന്നെ വരേണ്ട ആവശ്യമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ വന്നിക്കണം, ആൾക്കാർ വരുമല്ലോ, അപ്പോഴേക്ക് രജിസ്ട്രേഷൻ പണി തുടങ്ങണ്ടേ. ഇപ്പൊ ഇന്ന് അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല. എപ്പോ വന്നാലും മതി, തുടങ്ങേണ്ട നേരത്ത് വന്നാൽ തന്നെ ആൾക്കാരുണ്ടാവില്ല. ഏതാവട്ടെ, ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന മലായിക്കത്ത് ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ അവര് സുഹഫവും ഏട് പൂട്ടിവെക്കും. ഏടാണ്ട് പൂട്ടും, രജിസ്ട്രേഷൻ പുസ്തകം പൂട്ടും. രജിസ്ട്രേഷൻ ബുക്ക് പൂട്ടിയിട്ട് പള്ളിയിലേക്ക് ഖുതുബ കേൾക്കാൻ വേണ്ടി അവർ കയറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ, ഖതീബ് മിമ്പറിൽ കയറിക്കഴിഞ്ഞാൽ വരുന്ന ആൾ ഖളാ ആയ നിസ്കാരമാണെങ്കിൽ പോലും ഖളാ വീട്ടാൻ പാടുള്ളതല്ല, ആ നിസ്കാരം നിർവഹിക്കാൻ പാടുള്ളതല്ല. അയാൾക്ക് അനുവദിക്കപ്പെട്ട നിസ്കാരം തഹയ്യത്ത് മാത്രമാണ്. ആ തഹയ്യത്ത് തന്നെ ഏറ്റവും മിനിമമായ രീതിയിൽ മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് വളരെ വ്യക്തമായ രീതിയിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചു. ഇനി ചോദ്യകർത്താക്കൾ മൈക്കിലേക്ക് വരിക എന്ന് പറയാൻ എനിക്കിപ്പൊ തന്നെ വല്ലാത്തൊരു പേടിയുണ്ട്. കാരണം നോക്കി 10-25 ആളാണ് ഇപ്പൊ റൈസാൻഡ് ചെയ്ത് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? 11:20 ഇൻഷാ അല്ലാഹ് മുകളിലുള്ള ആളുകൾ മൈക്കെടുത്തോളൂ. എത്ര ആള് കൂടിയാലും എത്രയാൾ കുറഞ്ഞാലും കൃത്യം 12 മണിക്ക് ഇൻഷാ അല്ലാഹ് ഈ ചോദ്യോത്തര സെഷൻ അവസാനിക്കുന്നു. ആദ്യം തന്നെ അറിയിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നേരെ തർത്തീബ് പ്രകാരം ആദ്യമുള്ള ആളുകൾ മൈക്കെടുത്തോളൂ. രണ്ടാമത്തെ ഒരു കാര്യം, വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം മാത്രമേ ഇപ്പോൾ സ്വീകരിക്കുകയുള്ളൂ. ഇന്നലത്തതുപോലെ അങ്ങനെ അതും ഇതൊക്കെ ചോദിച്ചാണ്ട് ഇപ്പൊ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ പലരും മറന്നുപോകും. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കൂല. അങ്ങനെ ആയാൽ പറ്റൂല. വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം 12 മണിക്ക് മുമ്പ് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, വിഷയവുമായി ബന്ധപ്പെടാത്ത ചോദ്യങ്ങളിലേക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ തിരിയാം. എന്നല്ലാതെ ഇപ്പൊ ചോദിക്കേണ്ടത് വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം മാത്രമാണ്. വിഷയവുമായി ബന്ധമില്ലാത്ത ഒറ്റ ചോദ്യത്തിന് ഇപ്പൊ മറുപടി പറയുന്നതല്ല എന്ന് നേരത്തെ തന്നെ അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അവൻ പൊരുത്തപ്പെട്ട സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മയും ബന്ധപ്പെട്ട എല്ലാവരെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നവർ, അതിനെ സഹായിച്ചവർ, അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആരൊക്കെണ്ടോ എല്ലാവരെയും പടച്ച റബ്ബ് നല്ല മനുഷ്യരിൽ ഉൾപ്പെടുത്തി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പടച്ച റബ്ബിന്റെ ഔദാര്യമായി നമ്മളെയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ. എല്ലാ അദാബുകളിൽ നിന്നും, ശിക്ഷകളിൽ നിന്നും, ഫിത്നകളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും അർഹമുർ-റാഹിമീനായ റബ്ബ് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ശരിക്കും ഇന്നലത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. കേൾവിക്കാർ ഉസ്താദ് പറഞ്ഞ പോലെ ഇന്നലെ ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞ ശരിക്കും നമസ്കരിക്കാത്ത ഒരാൾക്ക്, പ്രത്യേക കാരണമൊന്നുമില്ലാത്ത ഒരാള് നമസ്കാരം ഒഴിവാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വധശിക്ഷ നൽകണം
വധശിക്ഷ നൽകണമെന്ന്. അപ്പൊ അത് ശരിക്കും നമ്മൾ ഇന്നത്തെ കാലം ഇന്ത്യയിൽ അതൊരിക്കലും നടപ്പില്ല അറിയാം. കാരണം ഗവൺമെന്റ് ഇസ്ലാം ഗവൺമെന്റ് അല്ലല്ലോ. പക്ഷെ സൗദി അറേബ്യയില് ആ നിയമം നടപ്പാക്കാൻ ഇസ്ലാമില് ഖുർആനില് അല്ലെ ഹദീസിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തെളിവുകൾ വല്ല ഉണ്ടെങ്കിൽ ഉസ്താദ് അറിയിച്ചത് നന്നായിരുന്നു. മൈക്കോട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സൗദി അറേബ്യയിൽ നടപ്പിലാക്കുന്ന നിയമങ്ങളൊക്കെ ഇസ്ലാമിക നിയമമാണെന്ന് ആരും മനസ്സിലാക്കണ്ട. ചിലർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. സൗദി അറേബ്യയിൽ നടപ്പിലാക്കുന്ന നിയമങ്ങളൊക്കെ ഇസ്ലാമിക നിയമമാണെന്നൊരു തോന്നൽ. സൗദി അറേബ്യയില് റജമ് അവിടെ നടക്കുന്നുണ്ടോ? റജമ് ശിക്ഷ നടക്കുന്നുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. നടക്കുന്ന ചില ശിക്ഷകളൊന്നും ഇസ്ലാമികമല്ലാതെ എനിക്കറിയാം. റജമ് അങ്ങനെ ശിക്ഷ അവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിലവിടെ ഇസ്ലാം വധശിക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ശിഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലൊന്നും എന്താക്കരുത്. പിന്നെ സൗദി അറേബ്യയിൽ നടക്കുന്നുണ്ടോ ഇല്ല എന്നല്ല, ഇസ്ലാമിക ഭരണകൂടം നിലവിലുള്ള ഒരു രാജ്യത്ത് നടക്കേണ്ടത് അതാണ് എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഷാഫി മദ്ഹബിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ രീതി നടക്കുന്നിടത്ത്, ഷാഫി മദ്ഹബിന്റെ രീതി നടക്കുന്നിടത്ത് ആ നിയമം കൊണ്ടുവരികയും അത് ചെയ്യുകയും വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും ഉസ്താദ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ചെറിയൊരു സംശയമാണ് ക്ലാസ്സിന്റെ. ജമാഅത്തിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ട്. അപ്പോ വേറെ ആള് പറഞ്ഞു കേട്ടതാണ്, അതിനെക്കുറിച്ച് ഉള്ള ഒരു സംശയമാണ്. നമ്മൾ നിയ്യത്ത് വെക്കുന്ന ആ ഒരു വാക്കുകളുണ്ടല്ലോ, സല്ലി എന്ന് തുടങ്ങിയിട്ട്, അത് വാക്കാൽ പിന്നെ നിർബന്ധമാണോ? അതല്ല ഇപ്പൊ നിസ്കാരം തീരാൻ പോണ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്ന സമയത്താണ്. അപ്പോ ഈ നിയ്യത്ത് മനസ്സിലേക്ക് എഴുതിയിട്ട് അങ്ങനെ വാക്കാൽ പറയാതെ ചെയ്തു കഴിഞ്ഞാൽ ഇത് സ്വീകാര്യമാണോ എന്നുള്ളതാണ് സംശയം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നെഞ്ഞത്താണ്. എന്തെങ്കിലും മനസ്സിലാക്കാത്തത്? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എവിടെ? അത് നെഞ്ചത്താണ് കേട്ടോ. അതിന്റെ പേരെന്നെ നിയ്യത്ത് എന്നല്ലേ. അത് കേട്ടാൽ തന്നെ അറിയില്ല നെഞ്ചത്തുള്ള പരിപാടിയാണ്. അപ്പൊ കൽബാണ് അതിന്റെ മഹല്ല്. മനസ്സിലാണ് നിയ്യത്ത് നടക്കേണ്ടത്. നാവ് കൊണ്ട് പറയുന്നത് ആ കൽബിൽ കരുതുന്നത് എളുപ്പമാകാൻ വേണ്ടിയാണ്. കൽബിൽ കരുതൽ നിർബന്ധമാണ്. നാവ് കൊണ്ട് പറയൽ സുന്നത്തെ പറഞ്ഞു എന്ന് നിസ്കാരം ശരിയാകാതെ കൂല കേട്ടോ. ഓക്കെ, ഞാൻ മൈക്കോട്ട്. അടുത്ത ചോദ്യകർത്താവ് ചോദിച്ചോളൂ. പെട്ടെന്ന് ചോദിക്കുകയും വിഷയവുമായി ബന്ധപ്പെട്ടത് ചോദിക്കും. ഹലോ ഉസ്താദ്, നേരത്തെ ചോദിച്ചതിന്റെ ബാക്കി ചോദിക്കുന്നതാണ്. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവം, ഒരു നമസ്കരിക്കാത്ത ഒരാളെ വധിച്ചതായിട്ട് തെളിവിൽ അങ്ങനെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അറിയാൻ വേണ്ടി ചോദിക്കുന്നു. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. ഇത് നമസ്കരിക്കാത്ത ആള് വേണ്ടേ കേട്ടോ. നമസ്കരിക്കാത്ത ആളെന്ന് വേണ്ടേ? അന്ന് കാര്യമായിട്ട് നടത്തിയത് പനി നിസ്കരിക്കല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം തന്നെ തെർക്കുസ്സലാന കണ്ടോ. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം തന്നെ എന്താണ്? തെർക്കുസ്സല, നിസ്കാരം ഒഴിവാക്കലാണ്. അപ്പൊ നിസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമുള്ള കേസാണ് എന്ന് മനസ്സിലാക്കിയപ്പോ, അത് ഒഴിവാക്കുന്നവനെ ഇസ്ലാമിന്റെ കൂട്ടത്തിൽ എണ്ണൂല എന്ന് മനസ്സിലാക്കിയപ്പോ അന്ന് ഒഴിവാക്കണ പണിയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ശിക്ഷാ നടപടി വന്നിട്ടുമില്ല. അതെ, മുനാഫിഖീങ്ങൾ പോലും സജീവമായി നിസ്കരിച്ചിരുന്നു. ചിലപ്പോൾ ജമാഅത്തിന് വരലില്ല എന്ന് മാത്രമേ ഉള്ളൂ. മുനാഫിഖീങ്ങളൊക്കെ തന്നെ സജീവമായിട്ട് നിസ്കരിച്ചിരുന്നു. പക്ഷെ ഓല് ചിലപ്പോ ജമാഅത്തിന് വരൂല, ചിലപ്പോ അങ്ങനെ മടിയന്മാരായി നിസ്കരിക്കും. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ മൈക്കോ. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം നിസ്കാരത്തെ കുറിച്ച് തന്നെയാണ്. പക്ഷെ ഒരു ജമാഅത്ത് സംബന്ധമായ ഒരു ചോദ്യമാണ്.
ചോദിക്കാൻ കാരണം, ഞാനൊരു സുഹൃത്തുമായി സംസാരിച്ചപ്പോ, ഇപ്പൊ ഉദാഹരണം ഞാൻ വിഷയം പറയാം. ഇപ്പം ഷാഫി മദ്ഹബുകാരനായ ഒരു വ്യക്തി ഒരു ഹനഫി മദ്ഹബുകാരനോട് തുടർന്നു. എന്നാൽ ആ തുടർന്ന നിസ്കാരം ശരിയാകും എന്നത് ശരിയാണ്. പക്ഷേ എല്ലാ നിസ്കാരത്തിന് ശേഷവും ശേഷം സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ടോ? അതല്ല സുബിഹിന്റെ ജമാഅത്തിലെ സഹവിന്റെ സുജൂദ് സുന്നത്തുള്ളൂ എന്ന് ആ വിവരം അറിയാൻ അറിയിക്കുന്നു. കാരണം ഇത് ഞാൻ ചോദിക്കാൻ കാരണം ഇതാണ്. കാരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയതും പടിൽ നിസ്കാരത്തിന് സലാം വീട്ടിയതിന് ശേഷം സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്, ബാക്കിയുള്ളതിനൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ അത് കാരണം ഒന്ന് കൃത്യമായിട്ടൊന്ന് മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എന്റെ സംശയം, ളുഹർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അസ്ർ വാങ്ങി കൊടുത്ത് ളുഹർ പൂർത്തിയായതുമില്ല. അസ്സലാമു അലൈക്കും. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉസ്താദ് പരിധിക്ക് പുറത്താണ് അല്ലെ? ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉസ്താദ് റൂമിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാണ്. ഉസ്താദ് DC ആയി പോയ സംശയമുണ്ട് അല്ലേ? ഓക്കെ. ഏതായാലും ഒരു മിനിറ്റ്. ഉസ്താദിന് ഒരാൾക്ക് എത്ര ചോദ്യം എന്നൊക്കെ നിങ്ങളെന്താ ലോഡ് ചോദ്യം കൊണ്ടുവന്നേക്കണോ? ഉസ്താദ് എത്തിയിട്ടുണ്ടോ? ഉസ്താദ് എത്തിയിട്ടുണ്ടെന്ന് ഇവർ അറിയിക്കാം. പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിച്ചു വിടാവുന്നതാണ്. ഓക്കെ, ഉസ്താദ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ. എത്തിയില്ലേ? ഓൺലൈനിലും ഓഫ്ലൈനായി DND ആയി ഓണായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വരും. ഉസ്താദ് വന്നാല് ആ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് ഉസ്താദ് കേട്ടിട്ടുണ്ടാവില്ല. ആ ചോദ്യം രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ 1 മണിക്കൂർ ടൈം കൊടുക്കും അല്ലേ? നാട്ടിൽ കറണ്ട് പോയിട്ടുണ്ടാവും. അതേ കാരം STV അതല്ല, അത് പിന്നെ തൽക്കാലം ഞാന് ഒന്ന് മൈക്കെടുത്ത് കൈ പിടിച്ചെന്നേ ഉള്ളൂ. ആളുകൾ വീണ്ടും ചോദിച്ചിട്ടേ അത് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ രണ്ടാമതൊന്ന് പഠിക്കണം. അത് ആ ചോദ്യം എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ ഉസ്താദിന് ഇങ്ങോട്ട് കയറാൻ കഴിഞ്ഞിട്ടില്ല മനസ്സിലാക്കുന്നത്. തൽക്കാലം പറഞ്ഞ മാതിരി ഇതിപ്പോ എടുത്ത് കുടുങ്ങിയ റബ്ബേ. ആരെങ്കിലും ഒന്ന് വിവരം തരി ഉസ്താദ് എത്തിയവരെ. ഇല്ലെങ്കിൽ ഇതൊക്കെ ഉസ്താദോ ചെറുപ്പ ഉസ്താദോ ആരെങ്കിലും ഒന്ന് തൽക്കാലം മൈക്കിൽ വരണം. ഇപ്പൊ ചോദിച്ച ആളുകൾക്കെങ്കിലും നിങ്ങൾ മറുപടി കൊടുത്തിട്ട് ഒന്ന് അല്ലേ? പിന്നെ നാട്ടിൽ കറണ്ട് പോയതാണോ, വയനാട്ടിൽ പുലി ഇറങ്ങിയതാണോ ഒന്നും അറിയില്ല, പറയാൻ പറ്റില്ലല്ലോ. എത്തിയില്ല. ഓക്കെ, വടക്കേക്കാട് തൽക്കാലം വന്നോളൂ. പറയാൻ പറ്റില്ല, കാരണം കൊട്ടുസ്ഥാന്റെ നാട്ടിലാണ് ആ കടുവ പ്രശ്നം ഉണ്ടായതെന്നൊക്കെ നമുക്കറിയില്ലേ. അപ്പൊ കേൾവിക്കാർ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഉസ്താദ് മൈക്കെടുത്തോ? ഞാൻ മൈക്കിൽ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ബൈ ഇലക്ഷന് എന്തോ പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞിരുന്നു. കോട്ടൂർ ഉസ്താദ് ലൈനിലുണ്ട്. റൂമിൽ കയറാൻ പറ്റാത്ത പ്രശ്നമായിരിക്കും തോന്നുന്നുണ്ട്. കുമ്മോളി ഉസ്താദിനെയും കോട്ടൂർ ഉസ്താദൊക്കെ ഇപ്പോ ഓൺലൈനിലുണ്ട്. ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ എന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇപ്പോഴും ഓൺലൈനാണുള്ളത്. ഇപ്പൊ ഓൺലുണ്ട്. ഒന്ന് നോക്കട്ടെ. പിന്നെ ചോദ്യകർത്താവ് ഒരാള് ചോദ്യം ഉസ്താദ് ലൈനിലുണ്ട്, പക്ഷെ റൂമിൽ എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ്
ചിലപ്പോ റൂമിൽ കയറുന്നതിനുള്ള പ്രയാസമായിരിക്കും. ആരെങ്കിലും ഉസ്താദ് ഒന്ന് സക്കി ഉസ്താദെ ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് നോക്കിയാൽ കോണ്ടാക്ട് ലിസ്റ്റിൽ ഓണായിട്ടാണ് കാണുന്നത്. ഓക്കെ ആലിക്കുട്ടി ഉസ്താദ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഒരാൾ ചോദ്യം ചോദിച്ചാൽ എപ്പോഴും അയാളുടെ ചോദ്യത്തിന്, പ്രത്യേകിച്ച് ഉസ്താദ് നാട്ടിൽ നിന്നാണ്, ഇനിയിപ്പോ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ശരി ചിലപ്പോൾ മൈക്ക് കിട്ടാനൊക്കെ ഉള്ള പ്രയാസം ഉണ്ടാവും. അപ്പൊ അടുത്ത ചോദ്യകർത്താക്കൾ ഒന്ന് ക്ഷമിക്കണം. ഒരാൾ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിന് ഉത്തരം ഉസ്താദുമാർ പറഞ്ഞതിന് ശേഷമേ അടുത്ത ആള് ചോദിക്കാവൂ. ഇപ്പൊ ചോദിച്ചിരുന്ന ആള് പറഞ്ഞതിൽ നിന്ന്, ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഞാൻ വേറൊരു പണിയുടെ ഇതിലായിരുന്നു, തിരക്കിലായിരുന്നു, എന്നാലും ഇങ്ങനെ കേട്ടതിൽ നിന്ന് മനസ്സിലായത് സഹുവിന്റെ സുജൂദ് സുബഹി നിസ്കാരത്തിന്റെ ശേഷേ സുന്നത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഹനഫി മദ്ഹബില് ആരോ എല്ലാ സമയത്തും എല്ലാ നിസ്കാരത്തിന്റെ ശേഷം സുജൂദ് ചെയ്യണമെന്നാ അങ്ങനെ പറഞ്ഞു എന്നാ എനിക്ക് തോന്നുന്നത്. അല്ലേ? ആരെന്നാ ചോദ്യകർത്താവെന്ന് തന്നെ എനിക്കറിയില്ല, ഞാൻ ഐഡിയ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ കേട്ടത് കേട്ടോ. അത് അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞാല് മറ്റുസ്താദുമാരാരെങ്കിലും ഒക്കെ ഉണ്ടാവും ഉള്ളവര്. അങ്ങനല്ല. ആരായിരുന്നത് ചോദ്യകർത്താവാരാ? ഐഡിയ ഏതായിരുന്നു? ഐഡിയ ഏതായിരുന്നു? അതെ, ഹനഫിമാമിനെ തുടർന്നു. അപ്പൊ സുബഹിന്റെ ശേഷം, സുബഹിസ്കാരത്തിന്റെ ശേഷേ സഹുവിന്റെ സുജൂദ് ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെളിമുക്ക് അല്ലേ? ശരി. അദ്ദേഹം അതൊന്നുകൂടി വ്യക്തമാക്കിയാല് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മറ്റ് വാടാനപ്പള്ളി ഉസ്താദോ അല്ലെങ്കിൽ മറ്റുള്ള ഉസ്താദുമാരൊക്കെ ഉണ്ടാവും. അദ്ദേഹം ഉസ്താദ് വരുന്നതിന് മുമ്പ് അതൊന്നുകൂടി, ആ ചോദ്യം ഒന്നുകൂടി ചുരുക്കി പറയാം. നിങ്ങൾ ആരോട് പറഞ്ഞു, എപ്പോഴും ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല്, പലരും ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ആമുഖം അതിന് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരാളോട് ചോദിച്ചു അല്ലെങ്കിൽ ആളിങ്ങനെ പറഞ്ഞു, അതൊന്നും വേണ്ട. നേർക്ക് നേരം എന്ത് ചെയ്യുക, ആ ചോദ്യമാണ് ചോദിക്കുക. അതാണ് ഏറ്റവും നല്ലത് കേട്ടാ. എപ്പോഴും ഒരു ആമുഖം, വിശദീകരണം ഒന്നുമില്ലാതെ. പിന്നെ വിശദീകരണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉസ്താദുമാർ പറയുമല്ലോ, ആ ചോദ്യം മനസ്സിലായില്ല, നിങ്ങൾ അതൊന്നുകൂടി വിശദീകരിക്കണം എന്നുള്ളത്. അപ്പൊ എപ്പോഴും ചോദ്യങ്ങൾ ചുരുക്കി ചോദിക്കുക, എന്നാൽ നമുക്ക് സമയവും ലാഭിക്കുക. പ്രത്യേകിച്ച് ഉസ്താദുമാരുടെ വിലപ്പെട്ട സമയം നമുക്ക് അത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കുമല്ലോ. കറണ്ട് കട്ടാണത്രേ. ഓക്കെ. നാട്ടിലെ കറണ്ട് അല്ലേ? ഏതായാലും അൽഹംദുലില്ലാ, അദ്ദേഹം ഒന്നുകൂടി ഇത് ആവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ്. ഉസ്താദുമാരിപ്പോ ആരാ ലൈനിലുള്ളതെന്ന് അറിയില്ല. ഇനിയിപ്പോ ഈ സത്യുസ്താദൊക്കെ സപ്പോബിൽ തന്നെ കൈ പൊക്കി വെച്ച് എങ്ങോട്ടാ പോയിക്കണമെന്ന് അറിയില്ല. എപ്പോഴും നമ്മളെ അഡ്മിന്മാര് അതുപോലെ സത്യുസ്താദ് കേൾക്കണില്ലാവുന്നുണ്ട്. ഉണ്ടാ അങ്ങനെയുള്ളവരൊന്ന് കോട്ടൂർസ്ഥാന് കയറാൻ പറ്റുന്നില്ല എന്നറിയിച്ച്. അപ്പൊ അങ്ങനെയുള്ള താല് എപ്പോഴും നമ്മുടെ റൂമില് പഠിക്കാനും ചോദിക്കാനും അവസരം കിട്ടാത്ത ആളുകൾ സാധാരണക്കാരുണ്ടാവും. അവർക്ക് ചോദിക്കാനുള്ള അവസരം കൊടുക്കലായിരിക്കും നല്ലത്. എല്ലാവരും കൂടി വെറുതെ ഇങ്ങനെ കൈപൊക്കി നിന്നാൽ അവർക്ക് മറ്റുള്ളവർക്ക് മൈക്ക് കിട്ടാനൊക്കെ പ്രയാസം ഉണ്ടാവും. അപ്പൊ നമ്മളെ അഡ്മിന്മാര് മറ്റുള്ളവർ അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ മൈക്കിൽ വരാതിരിക്കുക. ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ ചോദ്യകർത്താക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതാണ് വേണ്ടത് എന്ന് അറിയിക്കുന്നു. കാരണം നമ്മുടെ റൂമിൽ എപ്പോഴുള്ള ആളുകൾക്ക് സ്വാഭാവികമായും പ്രത്യേകം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പല നിലക്കും മനസ്സിലാക്കാൻ കഴിയും, ചോദിക്കാനും കഴിയും. അതേസമയം നമ്മുടെ ഈ ഫിഖ് ക്ലാസ് ഇങ്ങനെയുള്ള അതുപോലെ ആശയപരമായ ക്ലാസ്സൊക്കെ ഉദ്ദേശിച്ച് മാത്രം വരുന്ന സാധാരണക്കാരായ ആളുകളുണ്ടാവും.
അത് ശരി. പുറത്താക്കി വെക്കുമ്പോഴേ ഇരുവേറ്റിനെ പുറത്താക്കിയ മാതിരിയപ്പോ ഞാൻ പുറത്തായപ്പോ ആയത്. ഉള്ളിൽ കേറാനൊരു നിർവാഹമില്ല. ഒരു കൊല്ലത്തേക്ക് പുറത്താക്കിയ ഒരു രീതിയാണ് ഇപ്പൊ കണ്ടത്. ഏതായാലും കിടക്കണ്ട് കേറി പറ്റി കിട്ടിയതാ. ഏതാവട്ടെ, ഇനി ആ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞാന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആദർശ ചർച്ചയിലേക്ക് കടക്കേണ്ടതുണ്ട്. വളരെ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളതുകൊണ്ട് ചോദിക്കാനുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക. അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടാ? ഉസ്താദ് DC ആയ സമയത്ത് ഒരു സഹോദരൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഉസ്താദ് കേൾക്കുന്നുണ്ടാ? അവിടെ ഉണ്ട്. ഓക്കെ. അദ്ദേഹം ചോദിച്ചിരുന്നത്, ഒരു ഷാഫിഈ മദ്ഹബുകാരൻ ഒരു ഹനഫി മദ്ഹബുകാരനെ തുടർന്നാല് നിസ്കരിച്ചാൽ സുബ്ഹി നമസ്കാരത്തിൽ അദ്ദേഹം ഇമാമ് കുനൂത്ത് ഓതുന്നില്ല എന്ന കാരണത്താൽ ആ നിസ്കാരത്തിന്റെ അവസാനത്തിൽ സുജൂദ്, സഹ്വിന്റെ സുജൂദ് ചെയ്യണം. മറ്റ് നിസ്കാരങ്ങളിൽ അങ്ങനെ സുജൂദ് സുന്നത്തുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരുന്നത്, സുബ്ഹി അല്ലാത്ത. ഉസ്താദ് ചോദ്യം കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഉസ്താദ് ചോദ്യം മനസ്സിലായാ? ഞാനത് വീണ്ടും അദ്ദേഹം എടുത്ത് ഓക്കെ ഉസ്താദ് വെക്കിയിരുന്നു. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഹലോ ഒറ്റ മിനിറ്റ്. ഹലോ, ഇപ്പൊ ശരിയല്ലേ? എന്തൊക്കെ ഒരു കളി തന്നെ നടക്കുന്നുണ്ട്. എന്താ ചെയ്യാ? ഇപ്പൊ ക്ലിയർ ആയല്ലോ? ഓക്കെ. അതായത് ഇവിടെ ഖുനൂത്ത് ഓതാൻ സുബ്ഹിക്ക് അതിന്റെ കാരണം ഇമാമ് ഖുനൂത്ത് ഓതിയിട്ടില്ല എന്നതാണ്. ഇമാമ് ഖുനൂത്ത് ഓതാത്തത് കൊണ്ടാണ് മഅ്മൂമിന് പിന്നെ ഖുനൂത്ത് സുന്നത്തായി സഹ്വിന്റെ സുജൂദ് സുന്നത്തായി വരുന്നത്. അതേസ്ഥാനത്ത് സുബ്ഹി അല്ലാത്ത മറ്റു നിസ്കാരങ്ങളിൽ ഖുനൂത്തില്ലല്ലോ. അപ്പൊ അവിടെ സഹ്വിന്റെ സുജൂദ് മഅ്മൂമിന് ബാധകമാകണമെങ്കിൽ മറ്റു മദ്ഹബുകാരനായ ഇമാമ് മഅ്മൂമിന്റെ മദ്ഹബിന്റെ, അതായത് ഷാഫി മദ്ഹബിന്റെ വീക്ഷണത്തിൽ അബ്ആദ് സുന്നത്തായ ഏതെങ്കിലും കാര്യം ഒഴിവാക്കുകയോ സഹ്വിന്റെ സുജൂദ് സുന്നത്തായി വരുന്ന എന്തെങ്കിലും പ്രവർത്തനം നടത്തുകയോ ചെയ്തെങ്കിൽ മാത്രമേ മഅ്മൂമ് സുജൂദ് ചെയ്യേണ്ടതായി വരുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മദ്ഹബ് മാറിയ ഒരു ഇമാമിനെ തുടർന്നു എന്ന കാരണം കൊണ്ട് മാത്രം സഹ്വിന്റെ സുജൂദ് വരൂല. ഇവിടെ സുബ്ഹിയിൽ സഹ്വിന്റെ സുജൂദ് വരാനുണ്ടായ കാരണം മഅ്മൂമായ ഷാഫി മദ്ഹബുകാരന്റെ വീക്ഷണത്തിൽ സുന്നത്തായ അബ്ആദ് സുന്നത്തായ ഖുനൂത്ത് ആരും ഓതിയിട്ടില്ല എന്നുള്ളതാ, ഇമാം ഓതിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. അപ്പൊ അതുപോലെ സഹ്വിന്റെ സുജൂദ് വരുന്ന വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഇമാമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ മഅ്മൂമിന് എന്തുള്ളൂ, സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടി വരികയുള്ളൂ ബാക്കിയുള്ള നിസ്കാരങ്ങളിൽ. ഓക്കെ, ഞാൻ മൈക്ക് ഔട്ടു. ഹലോ, നിസാർ മാട്ടൂൽ, നിങ്ങൾ മൈക്കിൽ വന്നിട്ട് ശബ്ദം കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, ചെറിയ സൗണ്ടിൽ നിങ്ങൾ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത് നിങ്ങൾ മറ്റാരുമായോ സംസാരിക്കുന്നതാണ്. അറിയാതെ വന്നതായിരിക്കും തോന്നുന്നുണ്ട് അദ്ദേഹം. അപ്പോ മൈക്കിൽ വരുന്ന ആളുകൾ എന്ത് ചെയ്യുന്ന ഉറക്കെ സംസാരിക്കട്ടാ. നിസാർ കേൾക്കുന്നുണ്ടാ ശബ്ദം? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാ? നിസാർ മാട്ടൂൽ അദ്ദേഹം കേൾക്കുന്നില്ല എന്നുണ്ട്. അദ്ദേഹം വേറെന്തോ തിരക്കിലാണ്, അറിയാതെ മൈക്കിൽ വന്നതായിരിക്കും. അദ്ദേഹം മറ്റാരോ ആയിട്ട് സംസാരിക്കുന്നതാണ് ഇവിടെ കേട്ടത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദിന്റെ സമയം ചെയ്തിട്ടില്ല, അവർ അല്പസമയം കൂടി ഉണ്ട്. വേഗം പെട്ടെന്ന് മൈക്ക് എടുക്കുക, പെട്ടെന്ന് ചോദിക്കുക. പിന്നെ എല്ലാവരും മൈക്കിന് ഒരുമിച്ച് ചാടിയാൽ ആർക്കും കിട്ടാതാവും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആർക്കും മൈക്ക് കിട്ടാതെ വരും. ഒരേ സമയം രണ്ടാൾ ക്ലിക്ക് ചെയ്താൽ രണ്ടാൾക്കും കിട്ടില്ല എന്ന് വരും. അപ്പൊ അതുകൊണ്ട് ഒന്ന് ക്യൂ പാലിച്ചാൽ നന്നായിരുന്നു. മോനു, എന്താണ് മോനു, നിങ്ങൾ കേൾക്കുന്നുണ്ടാ? കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം എസ് അടിക്കുക. മോനു കേൾക്കണില്ല തോന്നുന്നുണ്ട്. അഡ്മിന്മാർ ഒന്ന് ഡോട്ടിട്ട് മാറ്റി അദ്ദേഹത്തെ, വെറുതെ മറ്റുള്ളവരെ സമയം കളയണ്ടല്ലോ. അടുത്ത ആള് എന്താണ്ടാ? എന്നാ നിങ്ങൾ മൈക്ക് എടുത്തോളൂ. നിങ്ങൾ
കാണുമേക്ക്. ഹലോ, അസ്സലാമു അലൈക്കും സാർ. എന്റെ സംശയം അത് മുന്നേ ഒരുപാട് നിസ്കാരങ്ങളൊക്കെ അതിന് കണക്കല്ലാണ്ട് ഇപ്പോൾ അൽഹംദുലില്ലാ നിസ്കാരങ്ങളൊക്കെ ഒഴിവാക്കാൻ നിസ്കരിക്കുന്നത്. അപ്പൊ ഒരു കണക്ക് വെച്ചിട്ട് എങ്ങനെ ഇത് കളാവ് കിട്ടുക? ഞാൻ കളാവ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്റെ നിസ്കാരം നിസ്കരിച്ചാൽ മതിയാവും സാർ? ഇതാണ് എന്റെ ചോദ്യമാണ്. അൽഹംദുലില്ലാ. ഹലോ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെ കൃത്യമായ കണക്കൊന്നും കിട്ടാത്ത സ്ഥലമാണെങ്കിൽ പോലും നമ്മുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാവനയിൽ അങ്ങനെ നിസ്കാരങ്ങൾ ഖലാ വീട്ടി കാണും, കഴിഞ്ഞിട്ടുണ്ടാകും എന്നൊരു ധാരണ എത്തുന്നത് വരെ ഖലാ വീട്ട് തന്നെ കേട്ടോ. വേറെ നിവൃത്തിയുള്ളൊന്നും അവിടെ എന്തില്ല ഇല്ല. ഞാൻ നേരത്തെ ക്ലാസ്സിൽ തന്നെ ഈ വിഷയം പറഞ്ഞിരുന്നു. ശരി, നമ്മുടെ നിസ്കാരം തീർന്നു, ഖലാ വീട്ടേണ്ടത് തീർന്നു, അതൊക്കെ നിർവഹിച്ച് തീർന്നു എന്നൊരു ധാരണ വരുന്നത് വരെ നമ്മൾ എന്താക്കന്നെ അത് നിസ്കരിച്ചുകൊണ്ടിരിക്കന്നെ. അത്രേ അതിന് നിവൃത്തിയുള്ളൂ. കൃത്യമായി കണക്ക് കിട്ടാൻ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും ഉസ്താദേ, ഞാൻ നിസ്കാരത്തിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. നമ്മൾ നിസ്കരിക്കാൻ നിന്നൊരു ഭയങ്കര വസ്വാസാണ്. ഇപ്പൊ നിയ്യത്ത് തെക്കിബീറത്തിലിറാണെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ നമ്മൾ തെക്കിബീറത്തിലിറാൻ തെറ്റിയതിനു ശേഷം നമുക്ക് സംശയം വരാണ്, അന്വേഷിച്ചോ ഇല്ല. അതേപ്രകാരം തന്നെ നമ്മൾ ഒളു ചെയ്യുമ്പോൾ ഏത് വിഷയത്തിലും നമ്മൾ ആ നിയ്യത്ത് വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര വസ്വാസ് വരാണ്. പിന്നെ അതേപോലെ തന്നെ ജനാബത്ത് കുളിക്കുമ്പോൾ എല്ലാ വിഷയത്തിലും നിയ്യത്തിന്റെ വിഷയത്തിൽ വസ്വാസ് വരാണ്. പ്രത്യേകിച്ച് നിസ്കാരത്തിൽ തെക്കിബീറത്തിലിറാണെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു പിന്നീട് സംശയം വരാണ്. അപ്പോ ഇത് ഇനി ഒരു പ്രതിവിധി, ഇത് ഇങ്ങനെ തുടർന്നാൽ മതിയോ അതോ ഇനി എന്താ ചെയ്യേണ്ടത്? ഉസ്താദ് നല്ല മറുപടി പറഞ്ഞു. റാത്തായിരുന്നു. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആദ്യം ചെയ്യേണ്ടതേ നിയ്യത്ത് ഒരു ആനത്തലയല്ല, നിങ്ങൾ മനസ്സിലാക്കല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആനത്തലയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആനത്തലയൊന്നുമല്ല. നിങ്ങൾ ളുഹ്ർ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഫറലായ ളുഹ്ർ ഞാൻ നിസ്കരിക്കുകയാണ് എന്നുള്ള ബോധം നിങ്ങളെ മനസ്സിലുണ്ടാകണതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ആ ബോധം നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അതാണ് മുഖാറനത്ത് എന്ന് പറയുന്നത്. മുഖാറന ഉർഫിയ മതി എന്നാണല്ലോ നബിമാമൊക്കെ മുഖ്താറാക്കി പറഞ്ഞിട്ടുള്ളത്. അതാണ് ഷാഫി മദ്ഹബിലെ ഫത്വ കൊടുക്കപ്പെടേണ്ട അഭിപ്രായം എന്ന് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുഖാറന ഉർഫിയ എന്ന് പറഞ്ഞ ഹഖീഖിയായ മുഖാറന അത് നടക്കുന്ന കാര്യമല്ല നമ്മളെപ്പോലുള്ള ആളുകൾക്ക് എന്നും, അതേ സ്ഥാനത്ത് ഉറുഫിയായ മുഖാറനത്തുണ്ടായാൽ മതിയെന്നും എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിത്തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ചൊല്ലിത്തുടങ്ങുന്ന സമയത്തുണ്ടായാലും മതി എന്നാണ് ഇതിന്റെ അർത്ഥം. ചൊല്ലിത്തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിയ്യത്തുണ്ടായാൽ മതി. അതുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമല്ല. അപ്പൊ ഇവിടെ വസ്വാസ് കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാല് ഇത് എന്തുകൊണ്ടാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് എന്തോ ഒരു മഹാസംഭവമാണ് എന്ന് ധരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. നിയ്യത്തിൽ ഇപ്പൊ എത്രയേ ഉള്ളൂ. ഈ കാര്യം ശ്രദ്ധിച്ചാല് അതിനെ ലഘുവായി കണ്ടാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മഹാന്മാർ വസ്വാസിന്റെ വിഷയം ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് ഇബ്നു ഹജർ റളിയല്ലാഹുവിനെ പോലുള്ള മഹാന്മാരൊക്കെ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞൊരു മസ്അലുണ്ട്. അതും കൂടി നമ്മൾ പഠിച്ചേക്കുക. അതായത് വസ്വാസ് രോഗമുള്ള ആളുകൾക്ക് ശറഇന്റെ കർക്കശമായ നിയമവശങ്ങൾ പാലിക്കുന്നതിന് പകരം ലളിതമായ ഭാഗങ്ങളാണ് അവർ സ്വീകരിക്കേണ്ടത് എന്നൊരഭിപ്രായം കൂടി മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം കർക്കശമായ ഭാഗങ്ങൾ ഇവർ പാലിക്കുമ്പോൾ തീർച്ചയായും അവരുടെ വസ്വാസ് കൂടി വരും. അപ്പൊ വസ്വാസ് കൂടാതിരിക്കാൻ അടിയന്തിരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ വിഷയത്തെക്കുറിച്ച് നമ്മുടെ മനോഭാവം മാറ്റുക എന്നതാണ്. അതിന് കുറച്ചുകൂടി ലളിതമായ വകുപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് സ്വീകരിക്കാം. അപ്പൊ ഇവിടെ ഉറുഫിയായ മുഖാറനത്തുണ്ടായാൽ മതി എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ നിയ്യത്ത് ഉണ്ടാകുക, അതോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങുക. അല്ലാതെ തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങി അത് തീരുന്നത് വരെ ആ തക്ബീറിന്റെ സമയം മുഴുവനും നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ ആ നിയ്യത്ത് നിലനിൽക്കണം എന്നത് സ്വീകരിക്കേണ്ടതില്ല. ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ആദ്യം നിങ്ങൾ അതിനെ ഒന്ന് ലളിതീകരിച്ച് കാണാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ തന്നെ കുറെ വസ്വാസാണ്ട് മാറിക്കിട്ടും കേട്ടോ.
പിന്നെ വസ്വാസം ആർക്കും അങ്ങനെ നിസ്കാരത്തിലും വുളൂഇലും നിയ്യത്തിലും ഒന്നും വസ്വാസം ഉണ്ടാകേണ്ടതില്ല. അങ്ങനെ ആർക്കെങ്കിലും വസ്വാസ് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ വസ്വാസ് ഉണ്ടാക്കിക്കോളി. സക്കാത്തിലൊക്കെ നല്ല വസ്വാസം ഉണ്ടായിക്കോട്ടെ കേട്ടോ, എന്നാ സാധുക്കളെങ്കിലും കഴിച്ചിലാവും. ഒരിക്കൽ സക്കാത്ത് കൊടുത്തിട്ടാണ്ട് വസ്വാസായിട്ട് ഇപ്പൊ കൊടുത്തത് ശരിയായില്ലല്ലോ എന്താപ്പത് എന്നാലോചിച്ചിട്ട് പിന്നെയും കൊടുക്കന്നെ കേട്ടോ. അങ്ങനെ 3-4 വസ്വാസൊക്കെ ഒരു കൊല്ലത്തെ സക്കാത്തിൽ ഉണ്ടായി കിട്ടിയാൽ കുറെ സാധുക്കളെ കണ്ട് രക്ഷപ്പെട്ടു പോകും. അല്ലാതെ ഈ വസ്വാസം കൊണ്ടൊന്നും കാര്യമില്ല. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം ഇതാണ്. ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോ മഗ്‌രിബിന്റെ ഒക്തില് എയർപോർട്ടിൽ അവിടെ നിസ്കാരം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി നിസ്കാരത്തിൽ തുടർന്നു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് അറിയുന്നത് അവര് യശ ജമ്മു കസ്റാത്ത് നിസ്കരിച്ചായിരുന്നു എന്ന്. അപ്പൊ എന്ത് ചെയ്യണോ അങ്ങനെ നടക്കും. പിന്നെ യശ നമസ്കാരത്തിൽ ഞാൻ മഗ്‌രിബ് തുടർന്നുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് അറിയാനുള്ളത്. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അസ്സലാമു അലൈക്കും. ഒന്നും ചെയ്യേണ്ടയില്ല. നിങ്ങളെ നിസ്കാരത്തിനൊരു കുഴപ്പം വരില്ല. യശാദ് നിസ്കരിക്കുന്നവനോട് മഗ്‌രിബ് നിസ്കരിക്കുന്നവൻ തുടർന്നാലും, ഫറള് നിസ്കരിക്കുന്നവനോട് സുന്നത്ത് നിസ്കരിക്കുന്നവൻ തുടർന്നാലും, സുന്നത്ത് നിസ്കരിക്കുന്നവനോട് ഫറള് നിസ്കരിക്കുന്നവൻ തുടർന്നാലും എല്ലാം ജമാഅത്ത് ശരിയാകും. പക്ഷെ അറിഞ്ഞുകൊണ്ട് തുടരാതിരിക്കലാണ് നല്ലത്. നിങ്ങൾ അറിയാതെ തുടർന്നാണല്ലോ, അതുകൊണ്ട് അങ്ങനത്തെ ഒരു നല്ലതിന്റെ പ്രശ്നം തന്നെ അവിടെ ഉദിക്കണില്ല. ഏതായാലും നിങ്ങളുടെ നിസ്കാരത്തിന് യാതൊരു കുഴപ്പമില്ല എന്നറിയിക്കണം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ. മനി പുറപ്പെട്ടാല് കുളിക്കണം എന്നുള്ള നിർബന്ധമാണ്. അത് ആ സമയത്ത് 15 വയസ്സുള്ള സമയത്ത് അറിയില്ലായിരുന്നു. 2 വർഷം കഴിഞ്ഞ ശേഷമാണ് സ്വപ്നസ്കാരം ഉണ്ടായാൽ കുളിക്കണം എന്ന് അറിഞ്ഞത്. ആ സമയം വരെ നിസ്കാരമൊക്കെ കളാ വിട്ടണം. നിസ്കാരം ശരിയായിട്ടുണ്ടാവുമോ? വൈക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സുബ്ഹാനല്ലാഹ്. മനീയ് പുറപ്പെട്ട കുളിക്കണം എന്ന് അറിയാത്തൊരവസ്ഥ നമ്മളെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് കേൾക്കണേൽ എനിക്ക് അത്ഭുതമുണ്ട്. ഉണ്ടാവുകയേക്കാം. അപ്പോ തീരെ കാര്യങ്ങൾ മദ്രസയിലൊന്നും പോയി പഠിക്കാത്തവരോ അല്ലെങ്കിൽ മദ്രസയിൽ പോണ കാലത്ത് എന്ത് മനീയ് നിൽക്കണ് അന്ന് പിന്നെ ഇതൊന്നും ഇപ്പൊ ആർക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഒരുപക്ഷെ അറിയാതെ അങ്ങനെ നിസ്കരിച്ചു പോയി കാണും. ഏതായാലും അന്ന് കുളിക്കേണ്ടതായിരുന്നു എന്ന് പിന്നീട് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നിസ്കാരം മടക്കണം എന്ന് തന്നെയാണ് വരിക കേട്ടോ. വഹാബി മദ്രസ പഠിച്ചാലും ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. അപ്പോ അങ്ങനെ വന്നാൽ തന്നെ അത് അറിഞ്ഞതിന് ശേഷം ആ നിസ്കാരം മടക്കേണ്ടി വരുമെന്നാണ് വരിക. ഏതായാലും തിരക്കിട്ട് ബുദ്ധിമുട്ടായി അങ്ങനെ മടക്കേണ്ട സംഗതിയല്ല. ഉഴുതറുണ്ടല്ലോ. പിന്നെ ഇത്തരം വിഷയങ്ങളിലുള്ള അറിവുകേട് ഉഴുതറായി പരിഗണിക്കുമെന്നും എനിക്ക് തീർച്ചപ്പെടുത്തി പറയാൻ പറ്റൂല. കാരണം ഇതൊക്കെ മുസ്ലിമീങ്ങൾക്കിടയിൽ താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ എല്ലാവർക്കും പതുക്കെ അറിയുന്ന വിഷയങ്ങളുമാണ്. അപ്പൊ അത് അറിയാതിരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ആ സമയത്ത് നിസ്കരിച്ച നിസ്കാരങ്ങൾ നിസ്കരിച്ചു തീർക്കുക തന്നെയാണ് വേണ്ടത് എന്നറിയിക്കുന്നു. ഞാൻ മൈക്ക് വിട്ടു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഉസ്താദെ, ചാടിയതല്ല, ആരും എടുക്കാത്തോണ്ട് എടുത്താണ്. ഈ സുബൈക്ക് ദിവസവും ഖളാക്കാതെ നിസ്കരിക്കാറുണ്ട്. ഒരു ദിവസം അലാറം വെച്ചപ്പോ കേട്ടു, കുറച്ച് കിടന്നു, എണീക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഉറങ്ങിപ്പോയി, ഖളായിപ്പോയി. അതിന്റെ വിധി നിയമപരമായിട്ട് എന്താണ്, ഏത് ഉദറാണ് എന്നുള്ളത് പറഞ്ഞുതരും. അസ്സലാമു അലൈക്കും. എങ്ങനെ അലാറം വെച്ചിരുന്നു, പക്ഷെ അലാറം അടിച്ചിട്ട് ഉണർന്നില്ലാന്ന് അല്ലേ? അലാറം വെച്ചിരുന്നു, അലാറിട്ട് ഉണർന്നില്ല. അതിന് പരിഹാരമില്ലല്ലോ. ഉണരുമ്പോ നിസ്കരിക്കല്ലാതെ എന്താ ചെയ്യണം? ഉണർന്നു എന്നിട്ട് എഴുന്നേറ്റില്ലാന്ന്, അങ്ങനെയാണോ? അത് ശരി. അലാറം അടിച്ചു, ഉണർന്നു, ഉണർന്നാൽ എഴുന്നേൽക്കേണ്ടതായിരുന്നു. അപ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ അതിന് എന്ത് വരും? പിന്നെ കിടക്കാൻ പാടില്ല. പിന്നെ കിടക്കണമെങ്കിൽ തന്നെ, പിന്നെ ഉറങ്ങണമെങ്കിൽ ഖളാ ആകുന്നതിന് മുമ്പ് ഉണരുമെന്ന മികച്ച ധാരണ ഉണ്ടാകണം. എന്നാലേ പിന്നെ കിടക്കാൻ പാടുള്ളൂ. പിന്നെ കിടക്കാൻ തന്നെ പാടില്ല.
അതുകൊണ്ട് അങ്ങനെയുള്ള നിസ്കാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഖലാ കൂട്ടേണ്ടതാണ്. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖലാ എന്ന ഒറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ, വേറെ പരിഹാരങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാൻ മൈക്കൂട്ടും. വേറൊരാൾ ഇങ്ങനെ കാഫിറിനെ തൊട്ടാ ഒതു മുറിയുമെന്ന് വല്ലാതെ ചോദിക്കുന്നുണ്ട്. ഒതു മുറിയൂല കേട്ടോ. ഞാൻ മൈക്കൂട്ടും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? എനിക്ക് ഞാൻ എൻ്റെ അടുത്ത പള്ളി ഞാൻ സൗദിയിലാണ് ഉള്ളത്. ഇമാമിന്റെ താടി രോമങ്ങൾ കറുപ്പിച്ചത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അങ്ങനത്തെ ഇമാമുകളെ തുടർന്നാൽ നമ്മുടെ നിസ്കാരം ശരിയാവുന്നു. അസ്സലാമു അലൈക്കും. താടി രോമം കറുപ്പിച്ചതുകൊണ്ട് ഇമാമിനെ തുടർന്ന നിസ്കാരം ശരിയാകാതിരിക്കുന്നില്ല കേട്ടോ. ശരിയാവുകയൊക്കെ ചെയ്യും. പക്ഷെ അത് പിന്നെ ഫാസിഖ് എന്ന് പറയണമെങ്കിൽ തന്നെ, പിന്നെ ഫാസിഖാണ് എന്ന് വന്നാൽ, ഫാസിഖാണെന്ന് വന്നാൽ പിന്നെ തുടരാതിരിക്കലാണ് നല്ലത്. പക്ഷെ ഫാസിഖാന്ന് വരണമെങ്കിൽ നിരുപാധികം താടിരോമം കറുപ്പിച്ചുകൊണ്ട് അയാൾ ഫാസിഖാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ ഈ അംഗീകരിക്കുന്ന ആളാണ്. ആ മദ്ഹബിൽ താടിരോമം കറുപ്പിക്കുന്നതിന്റെ നിയമം എന്താണ് എന്നുകൂടി ചോദിച്ചു മാത്രമേ ഫാസാണോ ആൾക്ക് വിധാൻ പറ്റുള്ളൂ. നമ്മളെ മദ്ഹബ് എല്ലാവർക്കും അടിച്ചേൽപ്പിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ അതൊക്കെ പരിശോധിച്ചിട്ട് എന്താക്കാൻ പറ്റുള്ളൂ എന്നാ ഒരാളെ പറ്റി അങ്ങനെ മനസ്സിലാക്കാനും അമ്റും ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകർ ഒക്കെ ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റൂ. ഓക്കെ, ഞാൻ മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഗൾഫിൽ ജുമയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ ഇവിടെയുള്ള അറബികള് ഒടുവിലത്തെ അത്തയ്യാത്ത് ഇരിക്കണ പോലെയാണ് ഇരിക്കുന്നത്. ആദ്യത്തെ അത്തയ്യാത്ത് ഇരിക്കണ പോലെ ഒടുവിലത്തെ അത്തയ്യാത്ത് ഇരിക്കണം. അത് ഏത് മദ്ഹബിൽ പെട്ട് നമുക്കത് അതുപോലെ ചെയ്യാൻ സാധിക്കുമോ? അസ്സലാമു അലൈക്കും. നമ്മളെ ചർച്ച അങ്ങനെ നീണ്ടു പോണ്ട് സമയം കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാണ്. എങ്ങനെ ഇരുന്നാലും അത്തഹിയാത്ത് സഹിയാവും കേട്ടോ. എങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പഠിച്ചൊരു രീതി ഉണ്ടല്ലോ. ആദ്യത്തെ അത്തഹിയാത്തിൽ ഇന്ന ഇരുത്തം, രണ്ടാമത്തെ അത്തഹിയാത്തിൽ ഇന്ന ഇരുത്തം, ആ ഇരുത്തം തന്നെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. മദ്ഹബുകളിൽ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. മദ്ഹബുകളിൽ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു ചില മദ്ഹബുകളിലൊക്കെ മാറിയിരിക്കണതൊക്കെ ഉണ്ട്. അത് നമ്മൾ പ്രശ്നമാക്കേണ്ടതില്ല. ഇമാം എങ്ങനെ ഇരുന്നാലും നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ, നമ്മൾ പഠിച്ച രീതിയിൽ തന്നെ ഇരിക്കാം. അതുകൊണ്ട് നിസ്കാരം ശരിയാകാതിരിക്കൂല, ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടൂല എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഞാൻ മൈക്കൂട്ടും. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എന്റെ ചോദ്യം, ളുഹർ നിസ്കരിച്ചു കൊടുക്കുമ്പോ അസറിന്റെ സമയം അസർ വാങ്ങിക്കൊടുക്കുകയും ചെയ്ത്, അപ്പൊ ളുഹർ സ്വീകരിക്കോ ളുഹർ മാറ്റി നിസ്കരിക്കോ? സംശയം തീർത്താണ് റാഹത്താവാനും ദ്വാവസ്യത്തോടെ. അസ്സലാമു അലൈക്കും. നിസ്കരിച്ച ആളാണ് വാങ്ങിക്കൊടുത്ത പ്രശ്ന അല്ലേ? പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ളുഹർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ തന്നെയാണ് വാങ്ങിക്കൊടുത്തേച്ചാല് അതിൽ ഹയ്യാലസലേക്കുള്ളത് കൊണ്ട് പ്രശ്ന. അതേ സ്ഥാനത്ത് വേറെ ആള് വാങ്ങിക്കൊടുത്തേച്ചാൽ നിങ്ങളെ നിസ്കാരത്തിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ചർച്ച ഖലാവിനെ കുറിച്ചാണ്. ഖലാ എത്ര വീട്ടണം, മൊത്തം വീട്ടണം, കുറച്ച് വീട്ടിയാൽ മതി എന്നാണ് ഇപ്പൊ ചർച്ച. ഇപ്പൊ എന്റെ ചോദ്യം ഞാനിപ്പോ ഉസ്താദെ ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് വായിക്കാനിടയായി. അതിലിപ്പോ പറഞ്ഞ എത്ര ആവട്ടെ, ഒരാൾ നിസ്കാരം മനഃപൂർവ്വം കുറച്ചോ അധികമോ കഥ ആട്ടെ, കഥ വീട്ടേണ്ടതില്ല, അങ്ങനത്തെ ഒരു പരിപാടി ഇസ്ലാമിൽ തന്നെ ഇല്ല എന്ന് പറയുന്ന ഒരു ചോദ്യം കേട്ടു ഒരു പുസ്തകം വായിക്കാനിടയായി. അങ്ങനെ ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ടോ? ഒരു എന്താ കോയക്കുട്ടി പാറൂക്കുന്നത് എന്താ അദ്ദേഹം നിങ്ങൾ എഴുതിയ നിസ്കാരം എന്ന പുസ്തകത്തിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. എന്ത് നിസ്കാരം മനഃപൂർവ്വം കുറച്ചോ കൂടുതലോ കഥ ആക്കിയാൽ ഒഴിവാക്കിയാൽ കഥ കൂട്ടേണ്ട ഒരു അവസ്ഥ തന്നെ ഇല്ല എന്ന് പറയുന്ന ഒരു ഭാഗം. അതെന്താ സത്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്താ ഇപ്പൊ ഇതിന്റെ ഓഫറാണോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ സത്യസ്ഥാതെ. ക്ലാസിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു കോയക്കുട്ടി ഫാറൂഖിനോട് ഒരു 10 രൂപ കടം വാങ്ങാം. അപ്പൊ മൂപ്പർക്ക് തന്നെ തിരിയും എന്ത് ഇത് കലാ കൂട്ടേണ്ടതാണ്. അതാണ് എന്റെ മരുന്ന്. അതിന് മസാല പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതായത് ഓര് പറയണത് ചെയ്യേണ്ട നേരത്ത് മനഃപൂർവ്വം ചെയ്യാതിരുന്നാൽ പിന്നെ അത് പിന്നീട് ചെയ്ത് വീട്ടേണ്ടതില്ല എന്നാണല്ലോ. അവിടെ ഒരു 10,000 രൂപ കടം വാങ്ങുക, 1-ാം തീയതി ഡേറ്റും പറഞ്ഞോളി, അന്ന് കൊടുക്കണ്ട, 2-ാം തീയതി എന്നിട്ട് ചോദിക്കുക എന്നാലും മനഃപൂർവ്വം തരാമെന്നാണ് ഇപ്പൊ ഇന്ന് വേണോന്ന് ചോദിക്കുക. അപ്പൊ മൂപ്പർക്ക് മനസ്സിലാവും ചെയ്യേണ്ട നേരത്ത് ചെയ്യാതിരുന്നില്ലെങ്കിൽ പിന്നെ കലാ കൂട്ടേണ്ടതാണെന്ന്. മൂപ്പര 10 രൂപ പോണ നേരത്ത് മൂപ്പർക്ക് മനസ്സിലാവും കേട്ടോ. അത് അങ്ങനെയൊക്കെ തന്നെ അതിന് വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും.
ഉസ്താദ് ഞാൻ ലുഹർ നിസ്കരിച്ചോടുക്കുമ്പോ അസർ വാങ്ങിക്കൊടുക്കുക ചെയ്തേ. അപ്പോ ലുഹർ മാറ്റി നിസ്കരിക്കണോ അതോ ലുഹർ സ്വീകരിക്കോ? പള്ളിയിൽ നിന്നാണ് വാങ്ങിക്കൊടുക്കുന്നത്. അസറിന്റെ സമയം അപ്പൊ ലുഹർ പകുതിക്കാനുള്ളത്. അപ്പൊ ലുഹർ മാറ്റി നിസ്കരിക്കണോ ലുഹർ അതോ ഖളാ ആവോ? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തെ, ഒരു കുഴപ്പമില്ലാന്ന് നേരത്തെ പറഞ്ഞില്ലേ. നിങ്ങൾ ലുഹർ നിസ്കരിക്കുന്ന സമയത്ത് അസർ വാങ്ങ് കൊടുത്തു വെച്ചിട്ട് നിങ്ങളെ ലുഹറിന് ഒരു കുഴപ്പം വരൂല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ തന്നെ നിസ്കരിക്കാം കേട്ടോ, യാതൊരു പ്രശ്നമില്ല. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഉസ്താദ്, നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഓർമ്മശക്തി കുറവ്, അതിനെന്താണ് ഒരു പരിഹാരം? ഇതൊക്കെ പറയാൻ നിന്നാലേ എനിക്കിപ്പോ നിസ്കാരമൊന്നുമില്ല, ഇപ്പൊ തന്നെ എനിക്ക് ഉറക്കമല്ല കുറവുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ക്ലാസ് ഇത് ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊന്നും വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല. ഇതൊന്നും വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയപരിമിതി 12 മണിയായിരുന്നു, വിഷയത്തിനും പരിമിതി ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ പോന്ന് ഇപ്പൊ ഇവിടേക്ക് എത്തി. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് ആദർശ ക്ലാസ് നടത്തേണ്ട ദിവസമാണ്. നാളെ സാധിക്കുമെങ്കിൽ നടത്താം. നാളെ ഇതിന്റെ പരിസരത്ത് ഒരു പരിപാടി ഉണ്ട്. അപ്പോ നൗഷാദ് ഹസനിയൊക്കെ വരുന്നുണ്ട് ഒരു പരിപാടിക്ക്. അപ്പോ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകേണ്ടി വന്നാൽ പോകും. അങ്ങനെ വന്നാൽ പിന്നെ ക്ലാസ് ചിലപ്പോൾ താമസിച്ചെന്ന് വരും. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ആദർശപരമായ ഏതെങ്കിലും ഒരു വിഷയം ക്ലാസ് എടുക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്താണ് അബൂ മിഷൽ, എന്താ അബൂ മിഷൽ പ്രശ്നം? ചോദിച്ചതിന് മറുപടിയാ? ഇപ്പൊ ചോദിച്ച ചോദ്യകർത്താവുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ചോദ്യം പിന്നെ നിസ്കാരത്തിൽ ഇങ്ങനെ മറന്നു പോണതിന് ഒരുപാട് മറവി വരുന്നുണ്ട്, അതിനെന്താണ് പരിഹാരം എന്ന് വെച്ചാല് അത് കുറച്ച് ദീർഘമായി പറയേണ്ട ഒരു വിഷയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വേറെ കുറെ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റിയൊരു വിഷയമല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വരും. അപ്പൊ നമുക്ക് എന്താക്കാം, അത് പറയാം. എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നാൽ മതി. പിന്നെ ഓക്കെ, ഞാൻ മൈക്ക് വിടുന്നു. എന്താ ഈ ഷിഹാബ് മമ്പാട് കുറെ നേരം യാത്രയിൽ സുബഹി ഖളാവുമോ എന്ന് ചോദിക്കണം. ഖളാകാൻ പാടില്ല എന്നാ ഇതുവരെ പറഞ്ഞത് കേട്ടോ. ഇതുവരെ പറഞ്ഞത് യാത്രയിലായാലും എന്തായാലും ഒരു നിസ്കാരവും ഖളാ ആകാൻ പാടില്ല, മനഃപൂർവ്വം ഖളാ ആക്കാൻ പാടില്ല. ഖളാ ആക്കുക എന്നൊരു ആനുകൂല്യം നിസ്കാരത്തിന് ഇല്ല എന്നാണ്. അപ്പൊ യാത്രയിലാച്ചിട്ട് എങ്ങനെ സുബഹി ഖളാ ആണ്? യാത്രയിൽ പറ്റുന്ന പോലെ എന്താക്കണം, ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് നിസ്കരിക്കണം എന്ന്. റബ്ബേ, എന്തെങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കണത്? ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് നിസ്കരിക്കണം, അതിലിപ്പോ ആർക്കാ തർക്കമുള്ളത്? ബസ്സിലാണെങ്കിൽ ബസ്സിൽ നിന്ന് നിസ്കരിക്കണം, കാറിലാണെങ്കിൽ കാറിൽ നിന്ന് നിസ്കരിക്കണം. ഇതൊക്കെ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാ. ഫ്ലൈറ്റിൽ നിസ്കരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ബസ്സിൽ നിസ്കരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. സമയം കഴിയുമ്പോൾ വാച്ചുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. കിബില അറിയുമെങ്കിൽ കിബിലേക്ക് തിരിയാ, ഇല്ലെങ്കിൽ വണ്ടി പോകുന്നിടത്തേക്ക് തിരിയാ. അങ്ങനെയൊക്കെയാണ് എന്റെ കണക്ക് കേട്ടോ. പിന്നെ മടക്കി നിസ്കരിക്കേണ്ടി വരും. കാര്യങ്ങൾ ശരിയായ വിധം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് രണ്ടാമതൊന്നുകൂടി യാത്ര അവസാനിച്ചതിന്റെ ശേഷം അല്ലെങ്കിൽ സൗകര്യപ്പെട്ടതിന്റെ ശേഷം രണ്ടാമതൊന്നുകൂടി നിസ്കരിക്കേണ്ടി വരുന്നു മാത്രം. ഏതായാലും യാത്രയിൽ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യണം. ഖളാ ആകുക എന്നുള്ളൊരു പണി ഉണ്ടാകാൻ പാടില്ല. സീറ്റിൽ ഇരുന്നിട്ടാണെങ്കിൽ സീറ്റിൽ ഇരുന്നിട്ട് പോലും നമുക്ക് നിസ്കരിക്കാം. ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക സുബഹിന്റെ സമയത്ത്. ഫ്ലൈറ്റിലാണെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയൊക്കെ ചെയ്യാം, അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതേസമയത്ത് ബസ്സിലാന്ന് വിചാരിക്കട്ടെ, ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കാനൊന്നും പറ്റൂലല്ലോ. നമ്മൾ സീറ്റിൽ ഇരിക്കുകയാണ്, നിസ്കരിക്കേണ്ട സമയമായി, നമുക്ക് നിസ്കരിക്കാം. എവിടെ എത്തുമ്പോ ഇനി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഖളാ ആകും എന്നൊരു സമയം എത്തുമ്പോ വുളു ഇല്ലെങ്കിൽ വുളുവോട് എടുക്കണ്ട, വുളു ഇല്ല നിൽക്കുക. എടുക്കാനുള്ള സംവിധാനം ബസ്സിലുണ്ടാവുമല്ലോ, തേമം ചെയ്യാനുള്ള മണ്ണുമില്ല, അങ്ങനെ നിസ്കരിച്ചാൽ മതി നബി പറഞ്ഞത് കേട്ടോ. വുളു ഉണ്ടായാൽ മതി എന്നുള്ളത് ഉണ്ടെങ്കിലല്ലേ, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നിസ്കരിക്കുക. അത് ഹുറുമത്തുൽ വഖത്തിന് വേണ്ടിയുള്ള ലറൂറത്തിന്റെ നിസ്കാരം എന്നാണ് അതിനെപ്പറ്റി പറയുക. പിന്നെന്താക്കുക, പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടി വരും. അത്തരം നിസ്കാരങ്ങളിൽ നിന്ന് മാത്രം. ഏതായാലും ഖളാ ആക്കാൻ പാടുള്ളതല്ല. ഓക്കെ, ഞാൻ മൈക്ക് കൊടുത്തു. അബൂ മിഷലിന് കാര്യമായിട്ട് എന്തോന്ന് പറയാണ്ടെന്ന് പറയുന്നത് ഞാൻ മൈക്ക് കൊടുക്കട്ടെ. അമ്മോശനൊരു ചാൻസ് ചോദിക്കുമ്പോൾ മരുവനെ ഒഴിവാക്കാൻ വയ്യല്ലോ. അസ്സലാമു അലൈക്കും. ഇന്നലെ തന്നെ ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് കേൾവിക്കാര ഉസ്താദ് വളർച്ച എന്നാണ് ആ ചോദ്യം ചോദിക്കുകയാണ്. നിസ്കാരം ഒഴിവാക്കിയാൽ അത് വധശിക്ഷയ്ക്ക് വരെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അതിന് നിയമമുണ്ടെന്ന് പറഞ്ഞു. സാമൂഹ്യ ദ്രോഹങ്ങളുടെ കൂട്ടത്തിൽ അതിനെ പരിഗണിക്കുമെന്നും പറഞ്ഞു. അതൊന്ന് വിശദീകരിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരാൾ നിസ്കാരം ഒഴിവാക്കിയത്? അയാളുടെ വ്യക്തിപരമായ വിഷയം, അത് അയാളുടെ അമലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ആ വിഷയം അതെങ്ങനെയാണ് ഒരു സാമൂഹ്യ ദ്രോഹമായിട്ട് വരുന്നത് എന്ന് വിശദീകരിക്കണം. ഞാൻ മൈക്കിൾ ഹുസൈൻ. അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പൊ ഉറങ്ങാൻ സമ്മതിക്കണ മട്ടല്ല. ഏതായാലും പിന്നെ നല്ല ചോദ്യ. ഇന്നലെ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. ഒരു ദിവസം വൈകിയെങ്കിലും ചോദ്യം നല്ല ചോദ്യമായിരുന്നു. അപ്പൊ നിസ്കാരം ഒഴിവാക്കുന്നത് എങ്ങനെയാണ് അതൊരു സാമൂഹ്യ വിപത്തായി മാറിയത് എന്നാണ് നിങ്ങളൊരു ചോദ്യം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൂടി ബാധിക്കുന്നൊരു പ്രശ്നം നിസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല. നിസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൂടി ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അതെങ്ങനെയാകുന്നത് എന്ന് ചോദിച്ചാൽ നിസ്കാരത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ അള്ളാഹുവിനോടുള്ള കടപ്പാട് നിർവഹിക്കൽ നിസ്കാരത്തിലുണ്ട്. അതെല്ലാവർക്കും അറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കടപ്പാട് നിർവഹിക്കൽ നിസ്കാരത്തിലുണ്ട്. എല്ലാ മുസ്ലിമീങ്ങളോടുള്ള കടപ്പാട് നിർവഹിക്കൽ നിസ്കാരത്തിലുണ്ട്. ഈ കടപ്പാട് നിർവഹണം ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിനോടുള്ള കടപ്പാട് നിർവഹിക്കാതെ പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കടപ്പാട് നിർവഹിക്കാതെ പോയി, അതേപോലെ തന്നെ മുഅ്മിനീങ്ങളോടുള്ള കടപ്പാട് നിർവഹിക്കാതെ പോയപ്പോ മറ്റുള്ളവരെ ബാധിക്കുന്ന തെറ്റായിട്ട് നിസ്കാരം ഒഴിവാക്കുന്നത് മാറി. മനസ്സിലായോ? മറ്റുള്ളവരെ ബാധിക്കുന്ന തെറ്റായിട്ട് നിസ്കാരം ഒഴിവാക്കൽ മാറി. അതേപോലെ തന്നെ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കടപ്പാട് അതിൽ നിർവഹിക്കുന്നുണ്ടല്ലോ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞിട്ട്. അതേപോലെ നിസ്കാരത്തിലുണ്ടല്ലോ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയുന്നു. അപ്പൊ സ്വാലിഹീങ്ങൾക്ക് വേണ്ടിയുള്ള ആ ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയുള്ള സലാം, അള്ളാഹുവിനോടുള്ള കടപ്പാട് നിർവഹണം, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കർമ്മമാണ് നിസ്കാരം. അപ്പൊ നിസ്കാരം ഒരാൾ ഒഴിവാക്കുന്നതോടുകൂടി അയാൾക്ക് ബാധ്യതയുള്ള കടപ്പാടുള്ള എല്ലാവരോടുമുള്ള കടപ്പാടുകൾ അയാൾ ഒഴിവാക്കുന്നു. അതുകൊണ്ട് അതിന്റെ നഷ്ടം എല്ലാവർക്കുമാണ്. സാലിഹീങ്ങൾക്കും മോമിനീങ്ങൾക്കൊക്കെ അതിന്റെ നഷ്ടം വരുന്നുണ്ട്, ഒരു ദുആ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് നിസ്കാരം ഒഴിവാക്കുന്നത് ഒരു വൻകുറ്റമായി എണ്ണാനുള്ള കാരണമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു സാമൂഹ്യ പ്രശ്നമാകുന്നത്, മറ്റുള്ളവർക്ക് എങ്ങനെയാണ് നഷ്ടം വരുന്നത് എന്നുള്ളതിന്റെ വിശദീകരണങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒക്കെ ഇനി ഇൻഷാ അല്ലാഹ് അമ്മോശന് ഇനി ചോദ്യങ്ങളൊന്നും ഇന്നുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ. തൽക്കാലം ഞാൻ മൈക്ക് വിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ദീനിന്റെ മാർഗത്തിൽ സേവനം നമ്മിൽ മരണപ്പെട്ടവരുടെ ഖബറിടം പടച്ച റബ്ബ് സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാവരെയും എല്ലാ വിപത്തുകളിൽ നിന്നും സലാമത്താക്കി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.